Good morning, everyone. Welcome to Adda247 Malayalam channel. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. അതുപോലെ വെൽക്കം ടു ബാങ്കേഴ്സ് Adda247 മലയാളം ചാനൽ. നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, വൊക്കാബുലറി ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഇന്ന് ഓഗസ്റ്റ് 15 വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം കൂടിയല്ലേ നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ കോട്ട്. നമ്മുടെ ഇന്നത്തെ കോട്ട് ഇതാണ്: ഫ്രീഡം ഈസ് ടു പെയിൻറ്റ് ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈഫ് വിത്ത് കളേഴ്സ്. നമ്മുടെ ലൈഫിൽ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ കളർ ചെയ്യുന്നതിനെയാണ് അല്ലേ. ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടുന്നതിനെയാണ് ശരിക്കും എന്താ പറയുക, ലിബേർട്ടി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലീവായി അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ എത്ര രീതിയിലും ഫ്രീഡം എന്നെ ഡിസ്ക്രൈബ് ചെയ്താൽ നമുക്ക് മനസ്സിലാവില്ല അല്ലേ. നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യണം, കളർ ചെയ്യണം എന്നൊരു ഐഡിയ ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊവിഷൻ നമുക്കുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഫ്രീഡം ഉണ്ടെന്ന് നമുക്ക് പറയുന്നൊരു അവസ്ഥ അല്ലേ. അപ്പം അത് നിങ്ങൾക്ക് നമ്മളത് നേടിയെടുക്കണം. നമ്മുടെ ലൈഫിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിനെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനുള്ളൊരു ഇത് എന്താ പറയുക, മുന്നോട്ട് പോകാനുള്ളൊരു ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു എന്താ പറയുക, ആ ഒരു വിൽ പവർ നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജസ് ആണ് നമ്മൾ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് അല്ലേ. സോ ഇന്ന് ഫ്രീഡത്തെ പറ്റി പറയും, പല ഡിമെൻഷൻസ് ഉണ്ട്. ഫ്രീഡത്തിന് പല പല ഡിമെൻഷൻസ് പലരും പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നി ഇന്നത്തെ ഒരു കോട്ട് തന്നെ ഞാൻ ഇതെടുത്തതുകൊണ്ടാണ്. എനിക്ക് വേറൊന്നും അതിൽ കുറച്ചൊരു ക്ലിക്ക് ആയില്ല. ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് ക്ലിക്ഡ് ഇൻ മീ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്ത ഒരു കാര്യം ഇതാണ്: നമ്മുടെ ലൈഫിനെ, നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ ലൈഫിനെ കളർ ചെയ്യാൻ പറ്റണം. നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടുമ്പോഴാണ് വി ക്യാൻ സേ പ്രൗഡ്ലി ദാറ്റ് വി ആർ ഫ്രീ എന്ന് പറയാൻ പറ്റും. അത് ഭയങ്കര ഒരു നല്ലൊരു ആസ്പെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഫ്രീഡത്തെ പറ്റിയുള്ള ഡിമെൻഷൻസ് നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ആർട്ടിക്കിളിലോട്ട് പോകാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ ഇന്ന് ഇതാണ്. 2 ആർട്ടിക്കിൾ ഉണ്ട്. ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ സ്കീംസ് ആൻഡ് പോളിസീസിൽ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യണം. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇന്നലെ എടുത്ത് പറയുന്നുണ്ട്, PM ഉഷ എന്ന് പറയുന്ന ആ ഒരു സ്കീമിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം അതിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ കാരണം വെച്ചാൽ, കുറച്ച് സ്റ്റേറ്റ്സ് നമ്മുടെ എന്താ പറയുക, നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയുടെ എതിർപ്പ് കാണിച്ചു, ഡിസെൻഡിങ് ആയിട്ട് കാണിച്ചു. ലൈക്ക് നമ്മുടെ ഇന്ത്യ മീൻസ് കേരള, അതുപോലെ തന്നെ തമിഴ്നാടു, അങ്ങനെ 1-2 സ്റ്റേറ്റുകൾ. അതേസമയത്ത് അതിനോട് അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റേറ്റുകൾ പോലും കുറച്ച് രീതിയിൽ അതിൻ്റെ കുറച്ച് എന്താ പറയുക, പ്രൊട്ടസ്റ്റ്, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡിസഗ്രിമെൻ്റ് കാണിക്കുന്നതായിട്ട് നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അബൌട്ട് ഇന്ത്യസ് എഡ്യൂക്കേഷണൽ പോളിസി. മറ്റൊരു ആർട്ടിക്കിൾ സ്പോർട്സ് റിലേറ്റഡ് ആർട്ടിക്കിൾ ഉണ്ട്. നമ്മൾ അറിയാം, ഇന്ത്യ ടൂറിലായിരുന്നു വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള മാച്ചിൽ ലോങ് ഫോമാറ്റ്സും കാര്യങ്ങളൊക്കെ ജയിച്ചു. ബട്ട് നമ്മുടെ T20s ഇന്ത്യക്ക് പരാജയം വന്നു. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ പുതിയ സ്ട്രാറ്റജി, കോച്ച് എന്ന രീതിയിൽ നമ്മുടെ രാഹുൽ ദ്രാവിഡ് ഏതൊക്കെ സ്ട്രാറ്റജി ഇനി കൊണ്ടുവരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഒരു അനാലിറ്റിക്കൽ പെർസ്പെക്റ്റീവിലുള്ള ആർട്ടിക്കിളാണ്. സ്പോർട്സ് റിലേറ്റഡ് ആർട്ടിക്കിൾ ആയതുകൊണ്ട് വേണ്ട കാര്യങ്ങൾ മാത്രം ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ബട്ട് സ്കീംസ് ആൻഡ് അതുപോലെ തന്നെ പോളിസീസ് ഒക്കെ വരുമ്പോൾ നമ്മളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതായിരിക്കും നമ്മുടെ ആർട്ടിക്കിൾ ഫോർ ദ ഡേ. ഇന്ന് സ്കീംസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഉഷാറാണല്ലോ. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. നന്ദീഷ, കുറേ ആയല്ലോ തന്നെ കണ്ടിട്ട്. പഠനം നടക്കാതെ എനിക്കറിയാം. ഇന്ന് രാവിലെ കൂടി ഞാൻ ചിന്തിച്ചു യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ അവൻ്റെ പഠനം എന്തായെന്നൊക്കെ. അപ്പം അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഡെയിലി ബേസിസിൽ നിങ്ങൾ ആപ്പ് കറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. സബ്ജക്ട് വൈസ് ആയിട്ടും എക്സാം വൈസ് ആയിട്ടും ക്വിസസ് അറ്റൻഡ് ചെയ്യണം. കറണ്ട് അഫയേഴ്സിൻ്റെ ക്വിസസ് ഉണ്ട്, എഡിറ്റോറിയൽ വൊക്കാബുലറി ക്വിസസ് ഉണ്ട്, പിന്നെ സബ്ജക്ട് വൈസും എക്സാം വൈസും ക്വിസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് കേട്ടോ. ഡൗൺലോഡ് ചെയ്യുക Adda247 ആപ്പ്. അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂട്ടിലൈസ് ചെയ്യുക. എന്തൊക്കെ സെഷൻസ്, ഒരു ക്വസ്റ്റൻ നിങ്ങൾ എപ്പോഴും പുതിയ അറിവ് നേടുക. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. കൺസിസ്റ്റൻസി, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അത് ഇന്നും എടുത്ത് ഞാൻ പറയുന്നത്, കൺസിസ്റ്റൻസി ഈസ് എ കീ. വലിയ ഗ്യാപ്പ് വന്നിട്ട് പിന്നെ നമ്മൾ പഠിച്ചാൽ ഒന്നിന് വീണ്ടും നമുക്ക് തുടങ്ങേണ്ടി വരും. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ്, അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. അത്ര അതിലോട്ട് നമുക്ക് വരണ്ട. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ് വെച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാം അല്ലേ. നമുക്ക് ഇന്നത്തെ ഇഡിയംസ്, ഇത് കുറച്ചധികം ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ് ആൻഡ് വൺ വേർഡ്സ് ഉണ്ട്. ആദ്യത്തെ ഇഡിയം തന്നെ പറയാം, ടേക്ക് സംതിങ് ഓൺ ബോർഡ്. എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ ഓൺ ബോർഡിലോട്ട് എടുക്കുക. ഗെറ്റ് സംതിങ് ഓൺ ബോർഡ്, നേടുക എന്നാണ്. ടേക്ക് സംതിങ് ഓൺ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുക, ഇൻടേക്ക് ചെയ്യാണ്. ലൈക്ക് യു ബിഗിൻ ടു അക്സെപ്റ്റ് ഓർ അണ്ടർസ്റ്റാൻഡ് സംതിങ്.
അപ്പോൾ നമ്മളൊരു കാര്യം, ഇഫ് യു ടേക്ക് സംതിങ് ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ബിഗിൻ ടു അക്സെപ്റ്റ് ഇറ്റ് ഓർ യു ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തുടങ്ങുകയാണ്, ആരംഭിക്കുകയാണ്. അതിനാണ് ടേക്ക് സംതിങ് ഓൺ ബോർഡ് എന്ന് പറയാം. ഓൾറെഡി ഓൺ ബോർഡ് എന്നൊരു ഫ്രേസ് നിങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ. ഓൺ ബോർഡ് എന്ന ഫ്രേസിന് ഒരു അർത്ഥമുണ്ട്. നമ്മൾ എന്താ പറയുക, ഓൺ എ ഷിപ്പ്, ഓൺ എ പ്ലെയിൻ, അല്ലെങ്കിൽ ഓൺ എ ബോട്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഓൺ ബോർഡ് എന്ന് പറയാം. ഓൺ ബോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയിനിലോട്ട് കയറുക, ഷിപ്പിലോട്ട് കയറുക, ബോട്ടിലോട്ട് കയറുക എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്, ലിറ്ററലി അർത്ഥമുണ്ട്. അതല്ലാതെ അപ്പോൾ നമ്മളൊരു കാര്യം ആരംഭിക്കുകയാണ്, നമ്മളൊരു സംതിങ് നമ്മൾ ബിഗിൻ ചെയ്യാണ്. സോ അതാണ് ടേക്ക് സംതിങ് ഓൺ ബോർഡ് എന്ന് പറഞ്ഞാൽ യു ബിഗിൻ ടു അക്സെപ്റ്റ് ഓർ അണ്ടർസ്റ്റാൻഡ് സംതിങ്. ഒരു കാര്യത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ആരംഭിക്കുകയാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. അതിനാണ് നമുക്ക് ഓൺ ബോർഡ് എന്ന് പറയാൻ പറ്റുക കേട്ടോ. ഓർത്ത് വെച്ചണം. അടിപൊളി അടിപൊളി. ഞാനിങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേ വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ട്രൂത്ത്, ഏറ്റവും നല്ല ഒരു കോട്ട് എന്താണ് നമുക്ക് സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റുക എന്നൊക്കെ ആലോചിക്കും. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഞാൻ ആലോചിക്കും, എല്ലാവരും പറയുന്ന കോട്ട്സിനോട് എനിക്ക് ക്ലിക്കാവില്ല, എനിക്ക് ഭയങ്കര ക്ലിക്കാവണ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് അത് എനിക്ക് സെലക്ഷൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. യൂണിവേഴ്സിറ്റീസിന് റിവിഷൻ ചെയ്യുന്ന തിരക്കില്ല, എനിക്കറിയാം, എനിക്ക് തോന്നിയായിരുന്നു നന്ദീശൻ. അപ്പോൾ വൺസ് യു ബിക്കം ലോൺലി ഇൻ യുവർ ലൈഫ് യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഓൺ ബോർഡ്. ദാറ്റ്സ് ഗ്രേറ്റ്. അതെ അതെ, ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരുപാട് കാര്യങ്ങൾ ലൈഫിലുണ്ട്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമേക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്ത വേർഡ് നോക്കാം. വൺ വേർഡാണ് മെമ്മറാൻഡം. ഒരുപാട് എക്സാമിനൊക്കെ വന്നിട്ടുള്ളൊരു വേർഡാണ് മെമ്മറാൻഡം. മെമ്മറാൻഡം എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, എ റിട്ടൺ മെസ്സേജ് ഇൻ ബിസിനസ് അല്ലെങ്കിൽ ഡിപ്ലോമസി. നമ്മളിപ്പോൾ ഒരു രാജ്യത്തൊക്കെ ജീവിക്കുമ്പോൾ ഡിപ്ലോമസിയാണ് നമ്മുടെ ഇവിടെ നാട്ടിൽ നടക്കുന്നതല്ലേ. അപ്പം ഒരു ഗവൺമെൻറ് മറ്റൊരു ഗവൺമെൻറ്റിനോട് എപ്പോഴും അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്നത്, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനോട് സ്റ്റേറ്റ് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാവാതെ പിടിച്ച് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിൽ പോകുന്ന എന്തുകൊണ്ടാണ്? ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടാണ്. അതിൽ 1-2 കൺട്രീസ് ഒന്നും തീരെ പറ്റില്ല. ഈ റഷ്യ ഉക്രൈൻ വാർ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒരു കുറേ ഉണ്ട്. പിന്നെ നമുക്കറിയാം ചൈന ഇന്ത്യ തമ്മിൽ ചേരില്ല ആ സമയത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ മെമ്മറാൻഡം എന്ന വാക്കിൻ്റെ അർത്ഥം ഓർത്ത് വെച്ചാൽ മതി, റിട്ടേൺ മെസ്സേജ് ആണ്, എഴുത്തിലൂടെയാണ്, ഫോമൽ ആയിട്ടുള്ള കാര്യമാണ്. ഫോമലായ കാര്യമാണ് നമ്മൾ റൈറ്റിങ്ങിൽ കൊടുക്കുന്നത്. എപ്പോഴും ഓർക്കണം, മെമ്മറാൻഡം ഇസ് ഫോമൽ, ഒരു റിട്ടേൺ മെസ്സേജ് ആണ്. ബിസിനസ്സിലോ അല്ലെങ്കിൽ ഡിപ്ലോമസിയിലോ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ഒരു റിട്ടേൺ മെസ്സേജ് നമുക്ക് പറയാം മെമ്മറാൻഡം. ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാ ഒരു ലീഗൽ ഫ്രേസ് നിങ്ങൾ പിടിച്ചോളൂ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് കേട്ടോ, കുറേ ആയിപ്പോൾ, മാസങ്ങളോളം കഴിഞ്ഞു നമുക്ക് പറയാം. അപ്പോൾ പുതിയ ആൾക്കാർക്കൊന്നും ഇത് കേട്ടിട്ടുണ്ടാവില്ല, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. ഇന്റർ ഏലിയ. ഇന്റർ ഏലിയ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്വത്തൊക്കെ വിൽപത്രമൊക്കെ ഡിസ്കസ് ചെയ്യില്ലേ, സ്വത്തൊക്കെ ഇങ്ങനെ ഭാഗം കൊടുത്ത് വിൽപത്രമൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് ഇന്റർ ഏലിയ. അർത്ഥം എന്താ വെച്ചാൽ അമംഗ് അതർ തിങ്സ്, ഇതിൻ്റെ കൂടെ മറ്റൊന്നിൻ്റെ കൂടെ അല്ലേ. ഇപ്പം നമ്മൾ പറയില്ലേ, ഇന്ന മകന് ഇന്ന വീട്, തറവാട് വീട് അല്ലെ കുടുംബ വീട്, ഇന്ന മകന് ഇന്റർ ഏലിയ ഇതുകൂടെ എന്ന് വെച്ചാൽ അമംഗ് അതർ തിങ്സ്, മറ്റ് സാധനങ്ങളുടെ കൂടെ ഇതും അവനാണ് എന്ന് പറയും. അല്ലെങ്കിൽ ഇന്ന കട അവനാണ്, അല്ലെങ്കിൽ വീട്ടിലെ ഇന്ന ബിസിനസ് അവനാണ്, വിത്ത് അമംഗ് അതർ തിങ്സ്. ഇന്റർ ഏലിയ എന്ന് പറഞ്ഞാൽ അമംഗ് അതർ തിങ്സ്, മറ്റു കാര്യങ്ങളുടെ കൂടെ എന്നാണ് ഇന്റർ ഏലിയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ഓർത്ത്, അല്ലെങ്കിൽ ഫ്രേസിൻ്റെ അർത്ഥം. ലീഗൽ ഫ്രേസ് ആണ്. ലീഗൽ ഫ്രേസ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഓർക്കുക, ലീഗൽ ഫ്രേസ് കൂടുതലും ലാറ്റിൻ ഫ്രേസ് ആണ്. ഇത് ലാറ്റിൻ ഫ്രേസ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. അടുത്തതൊരു നമ്മുടെ ഫ്രേസൽ വേർബ് ആണ്, പിടിച്ചോളൂ, കോൾ ഫോർ. കോൾ ഫോർ സംതിങ് എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം എന്നറിയാമോ? ഡിമാൻഡ് ചെയ്യുക അല്ലെങ്കിൽ റിക്വയർ ചെയ്യുക, ആവശ്യപ്പെടുക അല്ലേ, അതാണ് ഡിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കോൾ ഫോർ വളരെ കോമൺ ആയിട്ടൊരു എക്സ്പ്രഷൻ, അതിന് ഞാനൊരു എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിത് പഠിച്ച് എന്താ പറയുക, എല്ലാ ആഴ്ചയും നമുക്ക് ഓർമ്മപ്പെടുത്തലായിട്ട് വരും കോൾ ഫോർ. ലെറ്റ്സ് റിവൈസ് ഇറ്റ് എന്ന് എപ്പോഴും വരും. അപ്പോൾ അതാണ് കോൾ ഫോർ, റിക്വയർ ചെയ്യുക അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുക എന്ന് നമുക്ക് പറയാം. അടുത്താണ് ബെനഫിഷ്യറി. ഓർത്തോണെ, ബെനഫിഷ്യറി എന്ന വാക്ക് വരുമ്പോൾ ബെനഫാക്ടർ കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ബെനഫിഷ്യറി എന്ന് പറഞ്ഞാൽ വൺ ഹൂ റിസീവ്സ് ഹെൽപ്പ് ഓർ അഡ്വാൻറ്റേജ്. ബെനഫിഷ്യറി എപ്പോഴും എന്താണ്, ഇപ്പോൾ ആരാ ഇതിൽ ബെനഫിഷ്യറി എന്ന് ചോദിച്ചാൽ ബെനഫിഷ്യറി അക്കൗണ്ട് ഒക്കെ നിങ്ങൾക്കിപ്പോൾ സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ബെനഫിഷ്യറി ആരാന്ന് അറിയില്ലേ ഇതിൽ, അല്ലെങ്കിൽ ലോൺ ഒക്കെ എടുക്കുമ്പോൾ ബെനഫിഷ്യറി ആരാ, അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഹെൽപ്പ് റിസീവ് ചെയ്യുന്ന ആളെ ബെനഫിഷ്യറി എന്ന് പറയും. അത് നേടുന്ന ആളെ, സ്വീകരിക്കുന്ന ആളെ ബെനഫിഷ്യറി എന്ന് പറയും. ബെനഫാക്ടർ ആരാണ്? വൺ ഹൂ ഗിവ് സപ്പോർട്ട് അല്ലേ. ബെനഫാക്ടറിന്റെ പ്രത്യേകത വെച്ചാൽ ബെനഫാക്ടർ ആണ് ഒരാൾക്ക് കൊടുക്കുന്നത്, നേരെ ഓപ്പോസിറ്റ് ആണ്, ബെനഫിഷ്യറിയുടെ ഓപ്പോസിറ്റ് വരും ബെനഫാക്ടർ. ബെനഫാക്ടർ എന്ന് പറയും വൺ ഹു ഗിവ്സ് ഹെൽപ്പ് ആണ് കേട്ടോ. ഹെൽപ്പ് കൊടുക്കുന്ന ആൾ നമുക്ക് എന്ത് വിളിക്കാം? ബെനഫാക്ടർ എന്ന് വിളിക്കാം. ബെനഫിഷ്യറി നേരെ ഹെൽപ്പ് റിസീവ് ചെയ്യുന്ന ആൾ, ഓർത്ത് വെച്ചാണ് കേട്ടോ. അപ്പം അതാണ് ബെനഫാക്ടർ ആൻഡ് ബെനഫിഷ്യറിയുടെ ഡിഫറൻസ്, ഓർത്ത് വെച്ചാൽ. അടുത്ത ഷേപ്പ് അപ്പ് ചെയ്യുക. ഷേപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? മോൾഡ് ചെയ്യുക, രൂപപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഷേപ്പ് ചെയ്യുക. പക്ഷേ ഷേപ്പ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നറിയോ, നമ്മളൊരു കാര്യത്തിനെ മാറ്റം വരുത്തണം, ഇമ്പ്രൂവ് ചെയ്യണം, ഇതിന് ബെറ്റർ വേ അല്ലേ, ഇമ്പ്രൂവ് ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ ഷേപ്പ് അപ്പ് ചെയ്യാന്ന് പറയാം.
Okay, you have to shape up your career. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. You have to concentrate and shape up your career, or you have to shape up your studies. ഇത് പോരാട്ടോ, പഠനം കുറച്ചുകൂടി ഒന്ന് സെറ്റ് ആക്കണം കേട്ടോ, ഇംപ്രൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഷേപ്പ് ചെയ്യുക ഈസ് ഡിഫറെൻറ്റ്. ഷേപ്പ് ചെയ്യുക മോൾഡ് ചെയ്തെടുക്കുക, ഷേപ്പ് അപ്പ് ഈസ് ഇംപ്രൂവ് ചെയ്യുക, ഒരു കാര്യത്തിന് മാറ്റം വരുത്തണം, ഇൻ എ ബെറ്റർ വേ. അതിനെയാണ് നമുക്ക് എന്ന് വരുന്നത് പറയുന്നത് ഷേപ്പ് അപ്പ് ചെയ്യുക എന്ന് പറയുക. ഓർത്ത് വെച്ചോണേ, ഷേപ്പ് അപ്പ്. ഓക്കെ, അതൊരു ഫ്രേസിൽ നമ്മൾ ആദ്യമായിട്ടാണ് എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഷേപ്പ് അപ്പ് എന്ന യൂസേജ് ഓർത്ത് വെച്ചോളാം. ലെറ്റ് മീ റീഡ് യുവർ സെന്റൻസസ്. അപ്പോഴേക്കും മറ്റുള്ളവർ സെന്റൻസസ് പറഞ്ഞോട്ടെ. ടേക്ക് യുവർ ഫെയിലിയേഴ്സ് ഓൺ ബോർഡ് ആൻഡ് മൂവ് ഓൺ. പിന്നല്ല, അക്സെപ്റ്റ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യുക. ദാറ്റ്സ് ഗ്രേറ്റ്. ഹി ഇമീഡിയറ്റ്ലി ടേക്സ് ദ സിറ്റുവേഷൻ ഓൺ ബോർഡ് when his team members start teetering in the pitch. That's right. When you take challenges on board, you can conquer your life. Yes, Amala. എത്ര കാലമായി കണ്ടിട്ട്? പഠനമായിരിക്കും അല്ലേ അമല? പഠനമായിരിക്കും. കുറേ ആയി അമലനെയും കണ്ടിട്ട്. കുറേ ആയി. നമ്മുടെ കുറേ സ്റ്റുഡൻസ് മിസ്സിങ്. ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു ബോറടിയാണ് രാവിലെ നിന്ന്. ആകെപ്പാട് ആൾക്കാരൊക്കെ വളരെ ശുഷ്കമാണ്. അപ്പോൾ ലെറ്റ്സ് സീ. There are so many memorandum അല്ല, so memorandum എന്ന് പറയുന്ന വാക്ക് ഒറ്റ വാക്കല്ല. അപ്പം മെനി എന്ന് പറയുമ്പോൾ പ്ലൂറൽ എന്തായാലും കൊടുക്കണം. so many memorandums എന്ന് കൊടുക്കാം. മെമ്മറാൻഡം ഓക്കെ. മെമ്മറാൻഡം ഒരു സെക്കൻഡ്. മെമ്മറാൻഡംസ് അല്ല, പ്ലൂറല് UN ആവുമ്പം ഒരു ലാറ്റിൻ വേർഡാണ്, ഫോറിൻ വേർഡാണ്. മെമ്മറാൻഡത്തിൻ്റെ പ്ലൂറൽ ഞാൻ പറയാവേ, നോക്കിയിട്ട് പറഞ്ഞുതരാം. മെമ്മോറാൻഡം, മെമ്മറാൻഡ. യെസ്, മറന്നുപോയി. അല്ലേ, അത് പ്ലൂറൽ അത് അല്ല. മെമ്മറാൻഡം പ്ലൂറൽ മെമ്മറാൻഡയാണ് കേട്ടോ. അപ്പോൾ മെമ്മറാൻഡ മറക്കണ്ട, മെമ്മോറാൻഡ. അപ്പോൾ പ്ലൂറൽ വരുമ്പോൾ മെമ്മറാൻഡ മറക്കണ്ട കേട്ടോ. അജണ്ട അതുപോലെ. അതാ ഞാൻ പറഞ്ഞു, എന്തോ ഒരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. മെമ്മറാൻഡ കേട്ടോ. മെമ്മറാൻഡ ലാറ്റിനാണ് ആള്. അതുകൊണ്ട് തന്നെ UN വാക്കുകൾ എപ്പോഴും നമ്മൾ കാണുക. മീഡിയ അല്ലേ, അതേപോലെ മെമ്മറാൻഡ. ജിംനേഷ്യ. മെമ്മറാൻഡ ഓർത്ത് വെച്ചോണേ. ഫിനോമിന അതുപോലെ ഓർത്ത് വെച്ചോളാം. സോ മെമ്മറാൻഡ ആണ് കേട്ടോ ഇവിടെ വേണ്ടത്. മേഘയല്ലായിരുന്നോ? മേഘയാണെന്ന് എൻ്റെ വിശ്വാസം. യെസ്, there are so many memoranda of understanding between Indian between India and France to improve their coordinates. That's great. Malayali Memorial and Edavam Memorial are the two memoranda in the history of Kerala Renaissance. Yes. My brother called for me. Called for me അല്ല, my brother ആണ്, സിംഗുലർ ആണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് കൊടുക്കുക ഓൾ, അല്ലെങ്കിൽ സിംഗുലർ വെർബ് കൊടുത്തേ മേഘ. my brother calls for me സിംഗുലർ വരും. അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആയിട്ട് വരുമ്പോൾ കോൾഡ് കൊടുക്കുക. മൈ ബ്രദർ കോൾ ഫോർ മീ ടു ക്ലീൻ ദ ഹൗസ്. കാരണം വെച്ചാൽ എപ്പോഴും ഓർക്കുക, സിംഗുലർ സബ്ജക്റ്റ് ആണ്, വെർബ് സിംഗുലർ കൊടുക്കണം. അത് വളരെ ബേസിക് റൂൾ ഫോർ ദ കോൺകോഡ് ആണ്. നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഹി കോൾ ഫോർ സാബ്രെ ഇന്റർ ഏലിയ ടു സൊഫിസ്റ്റിക്കേറ്റഡ് ന്യൂ എക്യുപ്മെന്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. Students were the beneficiaries of the scheme. That's great. You have to take this memorandum on board because it is reportedly against you. That's great. Don't be beneficiary all the time. You have to be benefactor too in your life. Yes. രണ്ടുമാണല്ലേ, കൊടുക്കൽ വാങ്ങലാണ് ലൈഫ് എന്ന് പറയുന്നത്. That's it. Teacher called for students to submit assignments which is beneficiary during exams. Okay, that's great. Shape up yourself for better life. That's great. He called for leave for shaping up his health. That's great. Benefactor called for applications for the project via social media. That's great. I called for Rintu ma'am to elucidate the memorandum that we made 2 months ago. Yada. Shaping up my driving skill is a Herculean task now. That's great. നമുക്ക് അപ്പോൾ അടുത്ത സെറ്റിലോട്ട് പോകാം. തീർന്നിട്ടില്ല, നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം. അപ്പോൾ ടേക്ക് സംതിങ് ഓൺ ബോർഡ്, മെമ്മറാൻഡം, ഇന്റർ ഏലിയ, കോൾ ഫോർ, ബെനിഫിഷ്യറി, അതുപോലെ ഷേപ്പ് അപ്പ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ്. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് സെറ്റ്. സ്റ്റേറ്റസ് കോ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള, സ്ഥിരമായിട്ട് കേട്ട് വരുന്ന, അല്ലേ, എപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ്, ഫ്രേസ് ആണ് സ്റ്റേറ്റസ് കോ. കറണ്ട് സിറ്റുവേഷൻ, എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ, അതിനാണ് സ്റ്റേറ്റസ് കോ എന്ന് പറയുന്നത്. എന്താ ഇപ്പോൾ സ്റ്റേറ്റസ് കോ, നിലവിലെ അവസ്ഥ എന്താ, അല്ലേ? വാട്ട്സ് എ സ്റ്റേറ്റസ് കോ റൈറ്റ് നൗ? ഇപ്പോൾ നമ്മൾ ഈ മൂവീസ് കാണുമ്പോൾ ചോദിക്കില്ലേ, നമ്മുടെ സബോർഡിനേറ്റ് ഓഫീസേഴ്സ്, പോലീസിന്റെ സബോർഡിനേറ്റ് ഓഫീസർ, ഇപ്പോൾ DYSP ഒക്കെ വിളിച്ച് ചോദിക്കും, എന്താ അവിടുത്തെ അവസ്ഥ, എന്താ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് കോ എന്നൊക്കെ ചോദിക്കും. അവർ കറക്റ്റ് ലീഗൽ ഫ്രേസ് ഒക്കെ ചോദിക്കുക, ഫോർമൽ വേർഡ്സ് ചോദിക്കുമ്പോൾ. സോ ദാറ്റ് ഈസ് സ്റ്റേറ്റസ് കോ. ഓർത്ത് വെച്ചാൽ മതി, കറണ്ട് സിറ്റുവേഷൻ. അടുത്ത ത്രോ അപ്പ് ചെയ്യാം. ഞാൻ ത്രോ അപ്പ് എന്ന വാക്ക് നാൾ പറഞ്ഞപ്പോൾ, ഫ്രേസ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു, ത്രോ അപ്പിന് പല വേരിയേഷൻസ് ഓഫ് മീനിങ്സ് ഉണ്ട്. പലതും പല സിറ്റുവേഷൻ അനുസരിച്ച് ഉപയോഗിക്കും. അത് കറക്റ്റായിട്ട് കൊടുക്കാം. വെൻ യു ത്രോ അപ്പ് യുവർ കരിയർ, വെൻ യു ത്രോ അപ്പ് യുവർ സ്റ്റഡീസ്, അതിൻ്റെ അർത്ഥം യു അബാൻഡൻ ഇറ്റ്. നീ അത് ഗിവ് അപ്പ് ചെയ്യാണ്, നീ അതിനെ വിട്ട് കളയാണ്. യു ഗിവ് അപ്പ് യുവർ കരിയർ, യു ജസ്റ്റ് എന്താ പറയുക, അബാൻഡൻ ഇറ്റ്. അതിനെ നീ എന്താ പറയുക, വിട്ട് കളയണം, ഒഴിവാക്കാണ്. അതിനെയാണ് ത്രോപ്പിന് ഒരർത്ഥം. മറ്റൊരർത്ഥം, വെൻ ഡോണ്ട് ത്രോ അപ്പ് സം criticism against him, or don't throw up some questions against him.
Don't throw up some doubts against him. എന്നൊക്കെ പറയുമ്പോൾ raise something suddenly, വളരെ റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ഉയർത്തുക, ലൈക്ക് ഡൗട്ട്സ് ഉയർത്തുക, ക്രിറ്റിസിസം ഉയർത്തുക, അങ്ങനത്തെ ഉയർത്തുകയില്ലേ, അതിനെ ത്രോ അപ്പ് എന്ന് പറയാം. ഒരർത്ഥം റേസ് സംതിങ് സഡൻലി, അതിനെ ത്രോ അപ്പ് പറയും. അടുത്ത ത്രോ അപ്പ് ഹി ത്രൂ അപ്പ് ഡ്യൂറിങ് ദ ജേർണി. യാത്രയുടെ ഇടയ്ക്ക് അവൻ കുറെ വോമിറ്റ് ചെയ്യാം, ഒരർത്ഥം കൂടെ ത്രോ അപ്പ് ഉണ്ട്. വേറെ ത്രോ അപ്പ്, ഐ എം ഗോയിങ് ടു ത്രോ അപ്പ് എ പാർട്ടി, ഐ എം ഗോയിങ് ടു ത്രോ അപ്പ്, കൺസ്ട്രക്ട് ചെയ്യുക, പെട്ടെന്ന് നിർമ്മിക്കുക അല്ലെ. അപ്പോൾ ഒരു പാർട്ടി നമ്മൾ സെറ്റപ്പ് ചെയ്യുക, അങ്ങനെ ഒരു അർത്ഥമില്ലേ, കൺസ്ട്രക്ട് ചെയ്യുക, സെറ്റപ്പ് ചെയ്യുന്ന അർത്ഥം കൂടെ ത്രോ അപ്പിനുണ്ട്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. സോ ത്രോ അപ്പിന് 4 അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഒന്ന് അബാൻഡൻ, അടുത്ത് റേസ് സംതിങ് സഡൻലി, അടുത്ത് വൊമിറ്റ് ആൻഡ് ദെൻ കൺസ്ട്രക്ട്. ഇന്നാളെ നമ്മൾ പറഞ്ഞപ്പോൾ എനിക്കൊന്ന് 3 ഞാൻ പറഞ്ഞുള്ളൂ, 4 ഉണ്ട്. അപ്പോൾ ഞാനത് കൃത്യമായിട്ടൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിത് എല്ലാം എടുത്തത്. സോ ത്രോ അപ്പ് എന്ന ഫ്രേസൽ വേർബ് മറക്കണ്ട. അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ ഇറ്റ് വേരീസ്, അത് ശ്രദ്ധിച്ചോളാം. ത്രോ അപ്പ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് അനുസരിച്ച് ഇതിൻ്റെ മീനിങ് നിങ്ങൾ എഴുതാവുള്ളൂ. പിന്നെ ഇനി സെൻറ്റൻസ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എളുപ്പമാണ്, 4 തന്നെ എന്തായാലും 4 ഒരുമിച്ച് വരില്ല, ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് വൺ വേർഡ് അഗൈൻ, ഇൻഎക്സ്പ്ലിക്കബിൾ. അറിയാലോ, എക്സ്പ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്, ഏബിൾ ടു ബി എക്സ്പ്ലെയിൻഡ് ആണ്. അപ്പോൾ ഇൻഎക്സ്പ്ലിക്കബിൾ നിങ്ങൾക്ക് എപ്പോഴും അറിയാവുന്നൊരു കാര്യമാണ്. പ്രിഫിക്സ്, ഒരു നെഗറ്റീവ് പ്രിഫിക്സ് ആണ് ഇൻ അല്ലെ. ആക്റ്റീവ്, ഇൻആക്റ്റീവ്, ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ്, അറിയാലോ ആ വാക്ക്. അപ്പം എക്സ്പ്രസീവ്, ഇൻഎക്സ്പ്രസീവ്, ആ സംഭവം. അപ്പം ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ അണേബിൾ ടു ബി എക്സ്പ്ലെയിൻഡ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്, ഓർ അണേബിൾ ടു ബി അക്കൗണ്ടഡ് ഫോർ. നമുക്ക് എന്തോ അതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് പറയാം കേട്ടോ. ദാറ്റ് ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ. മറക്കണ്ട, വൺ വേർഡ് ചോദിക്കാറുള്ളതാണ് ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന വൺ വേർഡ്. ഓക്കെ, അപ്പോൾ നമുക്കുള്ള ഇന്നത്തെ വൺ വേർഡ് ഒക്കെ നമുക്കൊന്ന് ഓർത്തിരിക്കാം. ആൻഡ് ദ another one is an idiom. അടുത്തത് ഒരു idiom ആണ്, നോക്കി. ടേക്ക് ഹാർട്ട്. എന്താ ടേക്ക് ഹാർട്ട്? when you take it heart, that means you take heart എന്ന് പറഞ്ഞാൽ you gain courage. നിനക്ക് നല്ല കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ മതി, അല്ലെങ്കിൽ നീ നല്ല കറേജ് ഗെയിൻ ചെയ്യാണ്, അതിനാണ്. അപ്പോൾ ഇന്ത്യ ടേക്സ് ഹാർട്ട് എന്ന് പറയുന്നുണ്ട്, കാരണം ഗെയിം കഴിഞ്ഞിട്ട്. അപ്പം ഇന്ത്യ ഗെയിൻസ് കറേജ് അല്ലെങ്കിൽ ഇന്ത്യ ഗെയിൻസ് കോൺഫിഡൻസ് എന്നുള്ള അർത്ഥത്തിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടേക്ക് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഗെയിൻ കറേജ് എന്നാണ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഫ്രേസാണ്, ഇഡിയമാണ്, ഓർത്ത് വെച്ചോളാം. ടേക്ക് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഗെയിൻ കറേജ്, ഓർത്ത് വെച്ചോളാം കേട്ടോ. That's it. The memorandum was an inter alia of status quo. Yeah, Ravina, great. The lexicon is so confounding. Could you contemplate into account and shape up the words? That's great. Improve the words. That's great. This job calls for a lot of patience and sacrifice. That's great, Anjali. That's great. Good morning, Jerix. Happy Independence Day. Shape up your studies. That's great. Sometimes I throw off my regularity in studies. ചില സമയത്ത് നമുക്ക് അല്ലെ കൈവിട്ട് പോകാറുണ്ട് അല്ലെ. The jeopardy caused after the massive power failure remained inexplicable till now. എൻ്റെ ഷമ്മാസേ, എന്നാ ഉണ്ട് വിശേഷങ്ങള്? ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഉഷാറാണോ? To win in a group discussion, you have to throw up random points against your opponents to shut them out. That's great. Sometimes we encounter with situations which is inexplicable. സത്യം, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് നമ്മുടെ സിറ്റുവേഷൻ എന്താ പറ്റുക, ചിലർ ചോദിക്കില്ലേ ഇന്നെന്താ പറ്റുക, നിനക്ക് എന്തോ ഒരു മൂഡ് ഔട്ട് പോലെ. പക്ഷെ നമുക്ക് ചില സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഐ ഡോണ്ട് നോ വൈ. ചില സമയത്ത് വി ഫീൽ, ചിലർ പറയും നമ്മൾ ഡൗൺ ആണെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഡൗൺ ആണെന്ന് വെച്ചാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഡൗൺ ആവുന്ന അവസരമൊക്കെ വരും. മേ ബി ബിക്കോസ് ഓഫ് ദ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വൈബില്ലേ, നമ്മുടെ ചുറ്റുമുള്ള വൈബ് കൊണ്ടായിരിക്കും. സോ മേ ബി സിറ്റുവേഷൻസ്, ആംബിയൻസ് ഒക്കെ ഉണ്ടായിരിക്കും, അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും. അപ്പം അതുപോലെ നമ്മൾ പോലും അറിയില്ല. ദിറ്റ് ഇസ് സംതിങ് ഇസ് ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് പറയും. എന്താണെന്നറിയില്ല, അതൊരു ഇൻഎക്സ്പ്ലിക്കബിൾ ആയ ഒരു ഫാക്ടറാണ്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ് എന്ന് പറയില്ല, ആ ഒരു അവസ്ഥ. ദാറ്റ് ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ ലെറ്റ്സ് സീ. To win in a group discussion, you have to throw up random points against your opponents to shut them out. That's great. Sometimes we encounter we throw up a sober question that many of us prefer eminent language over the aloof one when it comes to conversing. Yes, sometimes quarrel among us is inexplicable. We need to take heart to do adventurous sports available in tourist sports. Yeah, once you take heart to move forward in your water, in your something in your life, alla truth in your life, definitely you touch your dreams. Adanallo udeshe. Would you mind coining a new method because the current one is inexplicable? That's great. That's great. He took heart from failures. That's great. The baby threw up all over my skirt. That's great. I have to take heart to do paragliding. അതെനിക്ക് ഇഷ്ടപ്പെട്ടു.
കൊള്ളാം അല്ലേ? ഡു യു ഹാവ് എ ഡെത്ത് വിഷ് എന്നൊക്കെ പറയുന്ന പോലെ ചില സമയം നമുക്ക് തോന്നും അഡ്വഞ്ചറസ് സ്പോർട്സ് ഒക്കെ ഏറ്റെടുത്ത് ചെയ്തേക്കാം, ലൈഫ് ഒരെണ്ണല്ലേ ഉള്ളൂ എന്നൊക്കെ തോന്നും അല്ലേ? ദാറ്റ്സ് ഗ്രേറ്റ്. റിൻറ്റു മാം ഹെൽപ് മീ ടു ടേക്ക് ഹാർട്ട് വെൻ എവർ ഐ വെൻറ്റ് ലോസ്റ്റ് ഇൻ ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. എൻ്റെ ഷമാസ്, ഐ എം റിയലി ഓണർഡ് ടു ഹിയർ ദാറ്റ്. ഐ എം സോ ഗ്ലാഡ്. താങ്ക് യു. My status quo is cooking in the kitchen, preparing breakfast along with class. അമ്മോ, ഇതാണ് കറണ്ട് സിറ്റുവേഷൻ. ഇപ്പം ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ദാറ്റ്സ് ഗ്രേറ്റ്. ട്രൂ, ദാറ്റ്സ് ഗ്രേറ്റ് മേഘ. ട്രൂത്ത്, യാ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത സെറ്റ് ഏതാണ്? സ്റ്റേറ്റസ് കോ, ത്രോ അപ്പ്, ഇൻഎക്സ്പ്ലിക്കബിൾ ആൻഡ് ടേക്ക് ഹാർട്ട്. നമുക്കിപ്പം അടുത്ത സെറ്റിലോട്ട് പോകാം. വിൽ യു ടേക്ക് ഹാർട്ട് ടു അക്സെപ്റ്റ് ദ ചാലഞ്ച്? ക്വസ്റ്റ്യൻ മാർക്ക്. നന്ദിഷ, അതൊരു ചോദ്യമായിരുന്നു അല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ട്. സോ പുട്ട് ദ ക്വസ്റ്റ്യൻ മാർക്ക്. അതിപ്പോൾ സെറ്റ് ആവും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സിനണിംസ് ആന്റണിംസ് റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകാം. സോ ഹിയർ വി ഗോ. നമുക്ക് പോകാം. അപ്പോഴേക്കും ഒരു കാര്യം ഓർക്കാം, നമ്മുടെ ഫയർമാൻ ട്രെയിനിയുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവാണ്. അതുപോലെ നമ്മുടെ LSDS പ്രിലിംസിൻ്റെ വേണ്ടി പഠിച്ചു തുടങ്ങാം. LDCക്ക് വേണ്ടി പഠിച്ചു. ഒറ്റ രീതി നിങ്ങൾക്ക് ഇതിനൊക്കെ പഠിക്കാം. നിങ്ങൾക്കറിയാം ഇതിനൊക്കെ PSC ലെവലിലുള്ള പ്രിപ്പറേഷൻ ഒറ്റ ലെവലിൽ നിങ്ങൾക്ക് പഠിച്ചു പോകും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു ബേസ് കോഴ്സ് എടുക്കുക, എന്നിട്ട് പഠിക്കുക. അപ്പോൾ ബേസ് ഓൾറെഡി ഉള്ള കുട്ടികളാണെങ്കിൽ PYQs കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് PYQ നോക്കുക, കറണ്ട് അഫയേഴ്സ് ഒരു ഡെയിലി ബേസ് നോക്കുക. അത് വൊക്കാബുലറി എന്നും ഗ്രാമറൊക്കെ നമുക്കൊരു ചെറിയ നൊടി കൊണ്ട് നമുക്ക് കയ്യിൽ കിട്ടും. ഇംപ്രൂവൈസേഷൻ ചെയ്തിട്ട് എടുക്കാം, നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ വൊക്കാബുലറി എന്ന് പറയുന്നത് വൺസ് യു ലോസ്റ്റ് ഇറ്റ് പിന്നെ പിടിച്ചെടുക്കുക ഇസ് വെരി വെരി ഡിഫിക്കൾട്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് വരുത്താതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്ത് പോയാൽ മതി. അതുപോലെ തന്നെ ബേസ് ഇല്ലാത്ത കുട്ടികൾ, ഇപ്പോൾ നിങ്ങളുടെ അനിയന്മാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഒരു ബേസ് ഇല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്ത് പർച്ചേസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഒരുപാട് പൈസ ഉള്ള കോഴ്സൊന്നും നമുക്ക് വളരെ അഫോർഡബിൾ റേറ്റിലുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക. 2200 രൂപയ്ക്കുള്ളിൽ, 2100 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പോൾ. കാര്യം നമുക്ക് 22% ഡിസ്കൗണ്ട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ ഫ്രീഡം ഓഫറാണ്. അതുകൊണ്ട് Y314 എന്ന കോഡ് അപ്ലൈ ചെയ്തിട്ട് ഏത് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ പറ്റും. മെഗാ പാക്കിനും ഇപ്പോൾ ഓഫറുണ്ട്, ഡബിൾ വാലിറ്റി ഓഫർ. ഇതിൻ്റെ കൂടെ ഡബിൾ വാലിറ്റി ഓഫർ കൂടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് 2 വർഷത്തേക്ക് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അതിൽ മെഗാ പാക്കും അവൈലബിൾ ആണെന്നുള്ള കാര്യം മറക്കണ്ട. ഓക്കെ, അതുപോലെ തന്നെ 22% ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ കോഡ് മറക്കണ്ട, Y314, Y314. ലെറ്റ്സ് മൂവ് ടു അവർ സിനോണിംസ്, ആന്റണിംസ് ആൻഡ് റിലേറ്റഡ് വേർഡ്സ്. കണ്ടൻഷ്യസ് കേട്ടുണ്ടായിരിക്കും. കണ്ടൻഷ്യസ് എന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്ഷ്യൽ ആണ്, ഡിസ്പ്യൂട്ടബിൾ ആണ്, ഡിസഗ്രീയിങ് ആണ് അല്ലേ? നമ്മളെപ്പോഴും എന്താ പറയുക, ആർഗ്യുമെൻറ്റേറ്റീവ് ആയിട്ടുള്ള, എതിർത്ത് നിൽക്കണ, അതിനെയാണ് കണ്ടൻഷ്യസ് ആയിട്ടുള്ള. ഇപ്പോൾ നമ്മളൊരു കണ്ടൻഷ്യസ് മീറ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. ഇറ്റ്സ് എ കണ്ടൻഷ്യസ് ടോപ്പിക്. വെറുതെ വേണ്ട, അതിനെപ്പറ്റി സംസാരിക്കേണ്ട. ഇറ്റ്സ് എ കണ്ടൻഷ്യസ് ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. എപ്പോൾ അതിനെപ്പറ്റി എടുത്തിട്ട് അത് വഴക്കുണ്ടാവും. ഡിസ്പ്യൂട്ടബിൾ ആണ്, ആർഗ്യുമെൻറ്റേറ്റീവ് ആണ്, മൂട്ടാണ്. എപ്പോഴും ഒരു മൂട്ട് മീൻസ് സെയിം സാധനമാണ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സാധനം. എപ്പോഴും ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്ന സാധനം, ദാറ്റ് ഈസ് മൂട്ട്. ഓക്കെ, സോ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും മാത്രമേ. മൂട്ടിന് വേറെ വേർബ് യൂസേജും ഉണ്ട്. ആന്റണിമായിട്ട് നമുക്കതിനെ പറയുമ്പോൾ കണ്ടൻഷ്യസ് എന്ന് പറഞ്ഞാൽ എതിർത്ത് നിൽക്കണമല്ലേ? അപ്പോൾ അതിൻ്റെ ആന്റണിം ഉറപ്പായിട്ടും എന്തായിരിക്കും? ഫ്രണ്ട്ലി ആയിട്ടുള്ളതായിരിക്കും, അമിയബിൾ, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള. അതാണ് അതിൻ്റെ ആന്റണിംസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഫ്രണ്ട്ലി, അമിയബിൾ അല്ലെങ്കിൽ പീസ്ഫുൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് കണ്ടൻഷ്യസിൻ്റെ ഓപ്പോസിറ്റ്. അടുത്ത വാക്ക് വളരെ കോമൺ ആണ്, ഇപ്പം എല്ലാ ആഴ്ചയും നമുക്ക് ഡിസ്കസ് ചെയ്തു വരുന്നത് മാൻഡേറ്റ്. നൗൺ ആയിട്ടും വേർബായിട്ടും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് മാൻഡേറ്റ്. മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിറക്റ്റീവ്, ഇൻസ്ട്രക്ഷൻ അല്ലേ? ഡിറക്റ്റീവ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയും മാൻഡേറ്റിൻ്റെ അർത്ഥം. അപ്പോൾ അതേപോലെ മറ്റൊരു വാക്കാണ് അതോറിറ്റി അല്ലേ? ഇൻസ്ട്രക്ഷൻ, അതുപോലെ തന്നെ വേറൊരു അർത്ഥമാണ് അതോറിറ്റി. അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു അതോറിറ്റി, ഓതറൈസേഷൻ, അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയും. അപ്രൂവൽ ഒക്കെ പറയും. അതിന് വെർബായിട്ട് വരുമ്പോൾ ഓതറൈസ് ചെയ്യുക അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുക നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ മാൻഡേറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ ഓതറൈസ് അതോറിറ്റി കിട്ടി, ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്രൂവൽ കിട്ടി. സോ ദ സ്റ്റേറ്റ് മാൻഡേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അപ്രൂവൽ കൊടുത്തു, സ്റ്റേറ്റ് ഓതറൈസ് ചെയ്തു എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഡിറക്ഷൻ അല്ലെങ്കിൽ അതോറിറ്റിയുടെ ഒക്കെ ഓപ്പോസിറ്റ് എന്താ? ബ്രീച്ച് അല്ലേ? അതിൻ്റെ ഇൻഫ്രിഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ബ്രേക്ക്, അതിനാണ് ആന്റണിമായിട്ട് പറയാം. അല്ലെങ്കിൽ നമുക്കതിനെ ഇപ്പോൾ വേർബായിട്ട് പറയുകയാണെങ്കിൽ റെസെൻറ്റ്, ക്യാൻസൽ ചെയ്യുക, റെസെൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. അപ്രൂവൽ കൊടുത്തു, ക്യാൻസൽ ചെയ്തു, റെസെൻറ്റ് ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. അതിന് നേരെ ഓപ്പോസിറ്റ്. അതാണ് മാൻഡേറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ. ഓർത്തോണം, വേർബായിട്ടും നൗണായിട്ടും ഒരേപോലെ ഉപയോഗിക്കാം. അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ ആന്റണിംസും ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. അടുത്ത അവെയിൽ ചെയ്യുക. നമ്മൾ പറയാറുണ്ട് അവെയിൽ ചെയ്യുക എന്നുള്ള യൂസിന് പല അർത്ഥമുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോർമലായിട്ട് നോർമലി പറയുകയാണെങ്കിൽ അവെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാം, അല്ല ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ എയ്ഡ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, അതാണ് അർത്ഥം. അവെയിൽ എന്ന നൗണിൻ്റെ അർത്ഥമാണ് യു ക്യാൻ യൂസ് ഇറ്റ് യുവർ, യു ക്യാൻ ഗെറ്റ് ഇറ്റ് യുവർ അവെയിൽ. നിനക്ക് നിൻ്റെ ആവശ്യത്തിന് അല്ലെ, നിൻ്റെ ആവശ്യത്തിന് വേണ്ടത് എടുക്കാം. യു ക്യാൻ ടേക്ക് ഇറ്റ് ടു യുവർ അവെയിൽ, യു ക്യാൻ ടേക്ക് ഇറ്റ് യുവർ അവെയിൽ എന്ന് പറഞ്ഞാൽ നിനക്ക് നിൻ്റെ ആവശ്യത്തിന് എന്ത് എടുത്തോ, നിൻ്റെ ഉപയോഗത്തിന് വേണ്ടി നീ എടുത്തെടുത്തോ എന്ന് നമ്മൾ ഒരാളോട് പറയും. അതാണ് അവെയിൽ എന്ന നൗണിൻ്റെ അർത്ഥം. ഉപയോഗം, ബെനിഫിറ്റ്, അഡ്വാൻറ്റേജ് എന്നൊക്കെ പറയാം.
അതിൻ്റെ വേർബ് എന്താ വെച്ചാൽ ഇംഗ്ലീഷ് നോർമലി നമ്മളൊരു ഇംഗ്ലീഷ് ഫോമൽ ഇംഗ്ലീഷിൽ അവയിലിൻ്റെ അർത്ഥം ഹെൽപ്പ് ചെയ്യുക, എയ്ഡ് ചെയ്യുക എന്നാണ് അർത്ഥം. എന്നാൽ ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട് പലതവണ, ഇന്ത്യൻ ഇംഗ്ലീഷിൽ നമ്മൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, അത് ഇന്ത്യൻ ഇംഗ്ലീഷ് മാത്രമല്ല, വേറെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുന്നിടത്ത് അവയിലിന് വരാൻ പറ്റില്ല. ഇന്ത്യൻ ഇംഗ്ലീഷിൽ മാത്രമുള്ളൊരു പെക്യുലാരിറ്റിയാണ് അവയിൽ എന്ന് പറയുമ്പോൾ. അതിൻ്റെ അർത്ഥം വരും യൂട്ടിലൈസ് ചെയ്യുക, മേക്ക് യൂസ് ഓഫ് സംതിങ്, ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് സംതിങ്, യൂസ് ചെയ്യാൻ അർത്ഥം വരും. അപ്പോൾ അതിൻ്റെ ആൻറ്റണിംസ് എന്ത് വരും? വർത്ത്ലെസ്നെസ്. യൂസ് ആണെങ്കിൽ ബെനിഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വർത്ത്ലെസ്, ഒരു ഉപയോഗമില്ല. യൂസ്ലെസ്നെസ് അല്ലെങ്കിൽ വർത്ത്ലെസ്നെസ് എന്നൊക്കെ അതിൻ്റെ ആൻറ്റണിം ആയിട്ട് പറയാം. ഓർത്തോണേ, വർത്ത്ലെസ്നെസ് അല്ലെങ്കിൽ യൂസ്ലെസ്നെസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഫ്യൂട്ടിലിറ്റി, അല്ലേ, അതിൻ്റെ ഉപയോഗമില്ല, ഫ്യൂട്ടിലിറ്റി എന്ന് പറയാം, ഫ്യൂട്ടിലിറ്റി. അപ്പോൾ അതിൻ്റെ വേർബിൻ്റെ ഓപ്പോസിറ്റ് ഹെൽപ്പ് ചെയ്യുക, എയ്ഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഹിൻഡർ ചെയ്യുക അല്ലെങ്കിൽ ഇമ്പീഡ് ചെയ്യുക നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹിൻഡർ ചെയ്യുക അല്ലെങ്കിൽ ഇമ്പീഡ് ചെയ്യുക, തടസ്സപ്പെടുത്തുക, ഹാമ്പർ ചെയ്യുക, ഹിൻഡർ ചെയ്യുക, ഒബ്സ്ട്രക്ട് ചെയ്യുക, ഇമ്പീഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ അവയിലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഓർത്ത് വെച്ചോണേ, അതൊന്ന് ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചു കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആരതി. He remained silent as it was inexplicable. That's great. We have to took heart. ആദിത്യ, ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞാണല്ലോ എന്ന് എനിക്ക് തോന്നുന്നല്ലോ. നമ്മൾ എപ്പം എന്ന് പറഞ്ഞാൽ എപ്പം ലൈഫിൽ എപ്പം നിങ്ങൾ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നതെങ്കിൽ റിമെമ്പർ 2 + V1 ആണ്. ഒരിക്കലും 2ൻ്റെ കൂടെ V2 കൊടുക്കരുത്. ഇപ്പം നമ്മൾ പാസിവൈസേഷൻ വരെ കൊടുക്കുവാണെങ്കിൽ പാസീവ് ഇൻഫിനിറ്റീവ് 2 + B + V3 ആണ്. ആ V1 കൊടുത്തിട്ടേ പിന്നെ അതിൻ്റെ മറ്റ് ഫോർമുലേഷനിലോട്ട് പോകത്തുള്ളൂ. 2 + B + V3, അതാണ് പാസിവൈസേഷൻ വരിക. പെർഫെക്റ്റ് ഇൻഫിനിറ്റീവിൽ 2 + ½ + V3 വരിക. അപ്പം ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ 2ൻ്റെ കൂടെ V1 വന്നിട്ട് ബാക്കി എന്തും കൂടെ പിന്നെ പുറകെ വരുന്നത് എന്താണെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. 2 + V1 മസ്റ്റാണ്. അപ്പോൾ ഇവിടെ ടുക്ക് എന്ന് പറയില്ല. വി ഹാവ് ടു ടേക്ക് ഹാർട്ട് ടു ഫേസ് ദ സ്റ്റേറ്റസ് കോ. കേട്ടോ ആദിത്യ, ശ്രദ്ധിക്കണേ. യെസ്, ദ സ്റ്റേറ്റസ് കോ prevailing the country അല്ലെ, prevailing in the country. കേട്ടോ ഷമാസെ, the status quo prevailing in the country to eradicate educated unemployment is a gimmick now. That's great. He's not jubilant because status quo is Greek to him. That's great. അവൻ അറിയില്ല അതിനെപ്പറ്റി, അവൻ കുട്ടിയാണ്, അതുകൊണ്ടാണ്. He threw up questions to make the meetings contentious. That's great. The contentious statement of brazen Arati exonerated her from the war. അടിപൊളി. Politics is contentious topic for us. അതെനിക്കുള്ള for us അല്ലെ, contentious to us എന്ന് പറഞ്ഞാൽ മതി. The mandate was not willing to give consent to his project. That's great. They mobilized together to overturn the contentious statement made by the stakeholder. That's great. Even in such a contentious situation, both the countries were amiable with each other. Okay, that's great. It's not pragmatic to avail the available evidence before proving the point. That's great. You can take my car for your avail. That's great, Truth. Even actor Vinayakan was discussed in the contentious matter regarding the relevant citation about our former CM. His performance in the film Jailer was laudable. അത് നോക്കണ്ട, പുള്ളിയുടെ വ്യക്തിപരമായ ഡയലോഗ്സിനെ പറ്റി നമ്മൾ നോക്കണ്ട. ഓരോ ആൾക്കാരെ പറയുന്ന രീതികൾക്കാണ് പ്രശ്നം. വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഓരോരുത്തരും പറയുന്ന രീതികളിലൊന്നും നമ്മൾ മാറ്റി പിടിച്ച പണി ഒരു കുഴപ്പമില്ലാതിരിക്കും, അല്ലെങ്കിൽ പണി വേണം, അതാണ്. സോ ബട്ട് അഭിനയം ആസ് എ ആക്ടർ അവരുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ നമ്മൾ അവരുടെ സ്വഭാവത്തെ നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എന്തായാലും ഇവരുടെ കൂടെ കൂട്ടുകൂടാനോ ഇവരുടെ ബന്ധം പുതുക്കാനോ ഒന്നും അല്ല നമ്മൾ പോകുന്നത്. നമ്മൾ മൂവി കാണുന്ന ഓഡിയൻസ് ആണ്. അപ്പം അവരുടെ പെർഫോമൻസ് എന്നുള്ള ആസ്വദിക്കുക, അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്ത് നമ്മൾ അല്ലേ, വൈ ഡു വി ഗെറ്റ് ഇൻ ടു ദാറ്റ്, അതാണ് നമ്മുടെ ഒരു കാര്യം. സോ എഡിറ്റോറിയൽ സെഷൻ്റെ സ്റ്റൈൽ മൊത്തത്തിൽ മാറി. നീ എവിടെ ആയിരുന്നു? ഞങ്ങളിവിടെ മൊത്തത്തിൽ സ്റ്റൈലൊക്കെ മാറ്റി കളിച്ചു നിഷ. നീ വായിങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലേ. Everyone obeys mandatory rules, don't they? That's great. Why media are refraining from discussing the contentious issue? എടാ ക്വസ്റ്റ്യൻ മാർക്ക് ഇടറാ, ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ അങ്ങ് ഇട്. മിനുവേ, നീ ഇന്ന് രാവിലെ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നീ സെറ്റാണ്, അപ്പോൾ നീ ഇന്ന് മാറി പിന്നെ എന്നെക്കൊണ്ട് നീ പറയിപ്പിക്കും. പിടിച്ചോ. Arthi's aversion of kitchen remain inexplicable. That's great. കൊള്ളാം. പിന്നെ അല്ല വിനുവേ, സപ്പോർട്ട് ചെയ്യടാ, സപ്പോർട്ട് ചെയ്യും. The mandate is coerced to exculpate the assailant in the contentious issue. That's great. I avail myself of the opportunity. Great. അവിടെ നമ്മൾ avail myself പറയുമ്പോൾ ഓർമ്മയുണ്ടോ? അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അതാണ് നമ്മുടെ ഒരു കാര്യം. ഹായ് ഹവ മോളെ, സ്വാതന്ത്ര്യദിന ആശംസകൾ. ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷ് മലയാളം കൂടി ഒരുമിച്ച് പറയാം. മൈ മദർ ഇൻ ലോ ഹാസ് സം റാദർ കണ്ടൻഷ്യസ് വ്യൂസ് ഓൺ കുക്കിംഗ്. ഓക്കെ, അത് കൊള്ളാം. സം ഇങ്ങനെയല്ല, ഹാസ് റാദർ കണ്ടൻഷ്യസ് വ്യൂസ് ഓൺ. സമ്മും റാദറും ഒരുമിച്ച് ഉപയോഗിക്കത്തില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണം ഹവ മോളെ. ഇറ്റ് ഈസ്
It is inevitable for Shamas to avail the benefits of Rintu Ma'am's editorial class. അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ക്വസ്റ്റ്യൻ മാർക്ക് മറക്കും. ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ മാർക്ക് നീ മറക്കാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താറ് ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഒന്ന്. The government has launched a scheme that will digitalize all the land properties which avail to the reduce which avail verb object കൊടുക്കണം. അവയിലിന് ഒരു എപ്പോഴും ഒബ്ജക്റ്റ് ഉണ്ട്. which avail dash to reduce, which avail ourselves or which avail something, which will avail ourselves. അത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഒബ്ജക്റ്റ് വേണം അവയിലിന് കേട്ടോ. to reduce the contentious problems. Okay, the GM avail mandates regarding the preparation of the memorandum. Wait, it is mandatory for all of us to bring an ID card in the examination hall. That's great. Alright, that's great. അപ്പോൾ നമുക്ക് സെറ്റ് ആണല്ലോ. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒരു തംസ് ഇടുന്നതാരും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കിട്ടിയ പിള്ളേരെ, ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം. വേഗം പോയാൽ ഒരുപാട് വേർഡ്സ് നമുക്ക് പഠിക്കാം. ആർട്ടിക്കിളിന് സമയത്ത് നമുക്ക് വായിക്കാം. സോ ഔട്ട്ലേ, അടുത്ത വാക്കാണ് ഔട്ട്ലേ. ഔട്ട്ലേ നൗണായിട്ടും വേർബായിട്ടും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ്. അടുത്ത ഇതാണ് എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലേ ഔട്ട് ചെയ്യുക, പ്ലാൻ ഇടുക അല്ലേ. ഒരു കാര്യം അക്കോർഡിംഗ് ടു പ്ലാൻ ചെയ്യുക, അതിനാണ് നമ്മൾ ലേ ഔട്ട് ചെയ്യുക പറയാം. ഗ്യാപ്പുള്ള ഫ്രേസിൽ പോകാം. അതേസമയത്ത് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഗ്യാപ്പ് ഇടാതെ ഉപയോഗിക്കുമ്പോൾ ലേ ഔട്ട് എന്ന നൗണും ഉണ്ട് അല്ലേ. ആ ലേ ഔട്ട് ഒന്ന് കാണിച്ചേ അല്ലേ, ആ വീടിൻ്റെ ലേ ഔട്ട് ഒന്ന് കാണിച്ചെന്നൊക്കെ പറയില്ല. ആ പ്ലാൻ, അത് ആർക്കിടെക്ചേഴ്സ് ഒക്കെ പറയുന്ന ആർക്കിടെക്ട്സ് ഒക്കെ പറയുന്ന ലേ ഔട്ട് സാധനം. പക്ഷെ ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ നേരെ അതുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ, കോസ്റ്റ്, എത്ര ആയി ചിലവായി, ചെലവ് ആണ് ഔട്ട്ലേ. അപ്പം ഒരു വീടൊക്കെ പണിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പറയില്ല ഔട്ട്ലേ, ഈ മാസം ഔട്ട്ലേ അയ്യോ ഒന്നും പറ്റില്ല കേട്ടോ, അങ്ങനെ പറയുന്നതാണ് ഔട്ട്ലേ. എന്നാൽ ഔട്ട്ലേ ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ. വേർബായിട്ടും അത് ഉപയോഗിക്കും. എക്സ്പെൻഡ് ചെയ്യുക, പൈസ നമ്മൾ ചിലവാക്കുക. ഒരു കാര്യത്തിന് ആവശ്യത്തിന് പൈസ ചിലവാക്കുന്ന എക്സ്പെൻഡ് ചെയ്യുക പറയും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സേവിങ്സ് അല്ലെങ്കിൽ ഇൻകം. നൗണിൻ്റെ ഓപ്പോസിറ്റ് സേവിങ്സ് അല്ലെങ്കിൽ ഇൻകം പഠിച്ചിട്ടുണ്ട് നമ്മൾ, കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. വേർബായിട്ട് വരുമ്പോൾ സേവ് ചെയ്യുക, മേക്ക് ചെയ്യുക, അക്വയർ ചെയ്യുക അല്ലേ. പൈസ ചിലവാക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സേവ് ചെയ്ത് വെക്കുക, മേക്ക് ചെയ്യുക, അക്വയർ ചെയ്യുക എന്ന് പറയും. സോ ദാറ്റ് ഈസ് ഔട്ട്ലേൻ്റെ ഓപ്പോസിറ്റ്. ഹവമോളെ ഇന്ന് എന്താ രാവിലെ ഭയങ്കര ഒരു ഉഷാറാണ്, എന്തോ ഒരു ഹാപ്പിനെസ്. ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് എൻ ഇൻഎക്സ്പ്ലിക്കബിൾ ഹാപ്പിനെസ് ലൈഫിൽ ചില സമയത്ത് തോന്നുന്നു. ഗുഡ് മോർണിംഗ് സോനു, സ്വാതന്ത്ര്യദിനാശംസകൾ. അപ്പോൾ വീണ്ടും നമുക്ക് ഒരു ഓഗസ്റ്റ് 15 കൂടി വീണ്ടും ഓർമ്മപ്പെടുത്താനായിട്ട് അല്ലേ. ഫ്രീഡം ഫ്രീഡം ഫ്രീഡം. അടുത്ത് ഇയർമാർക്ക്. നൗണായിട്ടും വേർബായിട്ടും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്കാണ് ഇയർമാർക്ക്. ഇയർമാർക്ക് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചർ അല്ലെങ്കിൽ അട്രിബ്യൂട്ട് അല്ലേ. എന്താ നമ്മുടെ കമ്പനിയുടെ ഇയർമാർക്ക് നിനക്കറിയാം, എന്താ നമ്മുടെ കമ്പനിയുടെ അട്രിബ്യൂട്ട് ക്യാരക്ടറിസ്റ്റിക് എന്നറിയാം എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ഇയർമാർക്ക് എന്ന് പറഞ്ഞാൽ. ഫീച്ചർ അല്ലെങ്കിൽ അട്രിബ്യൂട്ട് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്, അതാണ് നമ്മൾ എന്താ പറയുക ഇയർമാർക്ക് എന്ന നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ഇയർമാർക്ക് ചെയ്തു വെക്കുക എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം എന്നറിയാമോ? മാറ്റി വെക്കുക, പിന്നത്തേക്ക് വേണ്ടി മാറ്റി വെക്കുക. യു സെറ്റ് അസൈഡ് സംതിങ്, യു മാറ്റി വെക്കൽ സംതിങ്, അതിനെ കീപ്പ് ചെയ്യണം, മാറ്റി വെക്കാണ്. അതിന് നമ്മൾ യു സെറ്റ് അസൈഡ് സംതിങ്, യു കീപ്പ് ഇറ്റ് ഫോർ ലേറ്റർ, അതിനെയാണ് നമ്മൾ ഇയർമാർക്ക് ചെയ്യുക എന്ന് പറയാം. അപ്പം അതിൻ്റെ ആന്റണിം എന്താ? ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് പറയും വേസ്റ്റ്. അത് ഫീച്ചറിന് എന്ത് ഒരു ഇതുമില്ല, വേസ്റ്റ് എന്നുള്ള അർത്ഥം പറയാം. അല്ലാതെ നമുക്ക് പറയാം ഇഗ്നോർ ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ സൂക്ഷിച്ച് മാറ്റി വെക്കുന്നതിനെ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുക പറയും. അതിനെ മൈൻഡ് ചെയ്യാതെ നൈസായിട്ട് ഇഗ്നോർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുന്നതിനാണ് ഇയർമാർക്ക് എന്ന് ഓപ്പോസിറ്റ് വരിക. ഓർത്ത് വെച്ചോളൂ. അടുത്ത ഇവോക്ക്. ലെറ്റ്സ് ഇവോക്ക്, ഇൻവോക്ക് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവോക്ക് എന്ന് പറഞ്ഞാൽ ബ്രിങ് ടു മൈൻഡ്, റീകോൾ ചെയ്യുക, മനസ്സിലോട്ട് തിരിച്ചു കൊണ്ടുവരിക. റീകോൾ ചെയ്യുക, ബ്രിങ് ടു മൈൻഡ്, ഇൻവോക്ക് ചെയ്യുക, എലിസിറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഇവോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇവോക്ക് ചെയ്യുക. സോ ആന്റണിയുമായിട്ട് വരുമ്പോൾ മറക്കുക, ഫൊർഗെറ്റ്, ജസ്റ്റ് ലെറ്റ്സ് ജസ്റ്റ് ഫൊർഗെറ്റ് ഇറ്റ് പറയില്ലേ. ഇവോക്ക് ചെയ്യുമ്പോൾ ഓർമ്മിക്കുകയാണ്, നമ്മളൊരു കാര്യത്തെ ഓർമ്മിക്കുന്നു. അത് സമയത്ത് ഫൊർഗെറ്റ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഇഗ്നോർ ചെയ്യുക, മിസ് ചെയ്യുക, ഡിസ്റിഗാർഡ് ചെയ്യുക, അതൊക്കെ വിട്ടുകളയില്ലേ, അതിനെയാണ് ഓപ്പോസിറ്റ് പറയുക കേട്ടോ. ഓർത്ത് വെച്ചോണം. അതാണ് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇവോക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫൊർഗെറ്റ്, ഇഗ്നോർ, മിസ്, ഡിസ്റിഗാർഡ് ഒക്കെ പറയാൻ പറ്റും. ഓർത്തോണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. Court justified that the contentious issue which manifests sectionism, separatism and disparity among people and called for the mandate to attend the need of people to creating a gleamy billion. That's great. വീണ്ടും ആരുടെയും ചെമ്മാസ് war of sentences. സത്യം കേട്ടോ. Construction work stopped as the outlay was beyond the approved fund. That's great. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. എനിക്കോ ആന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇൻഎക്സ്പ്ലിക്കബിൾ ആയിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ മിസ് നന്നായി ഉൾക്കൊണ്ടു. അതാ ഞാൻ പറയാം. എനിക്ക് സ്വാതന്ത്ര്യത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ആലോചന വരും. RV ഇന്നെ ഫ്രീ കൺട്രി എന്നൊക്കെ എനിക്ക് ആലോചിക്കും. ഭയങ്കര നീണ്ട ചിന്തയിലൂടെയാണ്. എൻ്റെ കോട്ട് വരെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിക്കും, ആണോ, ഈസ് ഇറ്റ് ആപ്റ്റ്,
കുട്ടികളുടെ മുമ്പിൽ പറയാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ എടുത്താം. അതിൻ്റെ ആണെന്ന് തോന്നുന്നു. അത് ശരിയാണ്. എന്ത് ഹവമോളെ ചിലപ്പോൾ ആണെന്ന് തോന്നുന്നു. അതും ആകാം അമല. അല്ല, ഇന്ന് കുറേ പേര് കണ്ടല്ലോ. അമല വന്നു, നന്ദീശൻ വന്നു, ഷമ്മാസ് വന്നു. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും അതാണ് തിരിച്ചു വരവ് എന്ന് പറയില്ല. അതുകൊണ്ടും ആയിരിക്കാം. ആ പിന്നല്ല, ഇതാരാണ്? എമില്. നിന്റെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എമിലെ ജോലിക്ക് ഉഷാറല്ലേ? എങ്ങനെ പോന്നു? എല്ലാവരും ഉണ്ട് ഇന്ന്. ഇന്ന് എല്ലാവരും ഉണ്ട്. അതാണ് സന്തോഷം. പ്ലീസ് ഗിവ് മീ ആൻ ഔട്ട്ലേ ഓഫ് ദ പ്രോജക്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അനക. ഗുഡ് മോർണിംഗ്. എല്ലാവരോട് തുടങ്ങിയല്ലേ, എന്നെയാണ്, ഞാനാണെന്ന് കൊള്ളാം. ദ ഔട്ട്ലേ ഷോൺ ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആർ ക്വൈറ്റ് സസ്പീഷ്യസ്. അത് ഇനി മിനുവേ അതുമാണോന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ തലവെല്ലാം തട്ടിയോ അല്ലേ? ബൈ ചാൻസ് തലവെല്ലാം തട്ടിയോ എന്ന് ആർക്കറിയാം. അപ്പൊ സെന്റൻസിങ് പോരട്ടെ, നമുക്ക് അപ്പോഴേക്കും എന്ത് ചെയ്യാം, അടുത്ത സെറ്റിലോട്ട് പോകാൻ ഞാൻ സമയം കളയുന്നില്ല. പ്രുഡന്റ്, എക്സാമിന് ചോദിക്കാറുള്ള ഒരു വാക്ക്, അസൽ വാക്കാണ് പ്രുഡന്റ് എന്ന വാക്ക്. പ്രുഡന്റ് എന്ന് പറഞ്ഞാൽ വൈസ്, ജ്ഞാനമുള്ള അല്ലെ, ജുഡീഷ്യസ്, സഗാഷ്യസ്, പൊളിറ്റിക് എന്ന് പറയാം. പൊളിറ്റിക് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സുമായിട്ട് ഒരു ബന്ധവുമില്ല. പൊളിറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘവീക്ഷണമുള്ള അല്ലെങ്കിൽ വൈസായിട്ടുള്ള, ചിന്തിക്കുന്ന, സഗാഷ്യസ് ആയിട്ടുള്ള, ജുഡീഷ്യസ് ആയിട്ടുള്ള എന്നാണ് പ്രുഡന്റിന്റെ അർത്ഥമുള്ള പൊളിറ്റിക്. പൊളിറ്റിക് സെയിം സാധനമാണ്, ഓർത്തോണം. പൊളിറ്റിക് രണ്ടാ. പൊളിറ്റിക്കൽ റിലേറ്റഡ് ടു പൊളിറ്റിക്സ്, ബട്ട് പൊളിറ്റിക് മീൻസ് ജുഡീഷ്യസ് ആയിട്ടുള്ള എന്നാണ്. പ്രുഡൻസ് ആണ് അതിന്റെ നൗണ്, പ്രുഡൻസ്. അപ്പോൾ എന്താ പറയാ, ഓപ്പോസിറ്റ് ഇംപ്രുഡൻറ്റ്. ഇംപ്രുഡൻസ് നൗണിൻ്റെ ഇത് വരും കേട്ടോ. ഇൻകോഷ്യസ്, ഒട്ടും കോഷ്യസ് അല്ലാതെ അല്ലേ, കെയർലെസ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യില്ല, ഇൻകോഷ്യസ്, അതാണ് ഇൻകോഷ്യസ്. എക്സ്ട്രാവാഗൻ, ഇങ്ങനെ അങ്ങ് വലിച്ചു വാര്യങ്ങളുടെ ജീവിതം അല്ലേ, എന്തോ ഒരു ജീവിതം, ചിലവരുടെ ഒരു പ്രത്യേക ജീവിതമാണല്ലേ എന്നൊക്കെ ചോദിക്കില്ലേ, അതുപോലെ. അപ്പം പ്രുഡൻറ്റ് എന്ന് പറയുന്ന വാക്ക് വൈസ്, ജുഡീഷ്യസ്, സഗാഷ്യസ്, പൊളിറ്റിക് എന്ന് പറയാം. ആന്റണിം ഇംപ്രുഡൻറ്റ്, ഇൻകോഷ്യസ്, വളരെ കെയർലെസ് ഒക്കെ പറയാം നമുക്ക്. അതാണ് എക്സ്ട്രാവാഗൻ്റ് ഒക്കെ അതിൻ്റെ സിനോണിം, ആന്റണിംസ് ആണ്, ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ എക്സ്ട്രാവാഗൻ്റ് ഇതിൽ വരുമോ ആലോചിക്കേണ്ടേ? ആണ്. ബിക്കോസ് കെയർലെസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം ലാവിഷായിട്ട് ജീവിക്കുന്നതിനാണ് എക്സ്ട്രാവാഗൻ്റ് എന്ന് പറയാം. ഓർത്തോണം, അതാണ് പ്രുഡൻറ്റിൻ്റെ ഓപ്പോസിറ്റ്. അടുത്ത ഡിസെൻറ്റിങ്. ഡിസെൻറ്റ് എന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഡിസെൻറ്റ് അല്ലെ, ഡിസഗ്രിമെൻറ്റ്, ആർഗ്യുമെൻറ്റ് എന്നൊക്കെ പറഞ്ഞു. ഡിസ്പ്യൂട്ട്, അതുപോലെ ഡിസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസപ്രൂവ് ചെയ്യുക, ഒപ്പോസ് ചെയ്യുക, പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ എന്തായിരിക്കും? ഡിസെൻറ്റിങ് അർത്ഥം എന്തായിരിക്കും? ഡിസഗ്രീങ്, പ്രൊട്ടസ്റ്റിംഗ്, ഒപ്പോസിംഗ് ആണ്. ഓർത്ത് വെച്ചാൽ മതി. അഡ്ജക്റ്റീവ് V4 എല്ലാ അഡ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും അല്ലേ. ING ഇടുന്ന എല്ലാത്തിനെയും നമുക്ക് വെർബ് എന്ന് പറയാൻ പറ്റില്ല, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഡെവലപ്പിംഗ് കൺട്രി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ സെയിം സാധനം. അപ്പോൾ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് എന്തോരും? കൺകറിങ്, യോജിച്ച് നിൽക്കുന്നത്, കൺകറിങ്. അഗ്രീങ്, അസെൻറ്റിങ്, ഓർത്ത് വെച്ചാൽ അസെൻറ്റിങ്, അഗ്രീങ്. അസെൻറ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു, ഡിസെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് അസെൻറ്റ്, കൺസെൻറ്റ് എന്നൊക്കെ അർത്ഥം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അസെൻറ്റിങ്, അഗ്രീങ്, കൺകറിങ് എന്നൊക്കെ ഡിസെൻറ്റിങ്ങിൻ്റെ ഓപ്പോസിറ്റ്സ് വരും കേട്ടോ, ഓർത്ത് വെച്ചോളൂ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സെൻറ്റൻസ് പോരട്ടെ. വിശേഷമൊക്കെ പറഞ്ഞിട്ട് പിന്നെ സെൻറ്റൻസ് ഒന്നും ഇല്ലല്ലോ. നോക്കട്ടെ. There should be a balance between income and outlay. സത്യം, എന്നാലേ ലൈഫിൽ മുന്നോട്ടും പറ്റുള്ളൂ. ടുഡേ നാഷണൽ ആന്തം ഡ്യൂറിങ് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഇവോക്ക് മൈ സ്കൂൾ ഡേയ്സ് അല്ലെ, ഓർമ്മപ്പെടുത്തുന്നത്. എനിക്ക് നാഷണൽ ആന്തം ഒക്കെ പറയുമ്പോൾ എൻ്റെ രോമാഞ്ചം ഇങ്ങനെ എന്താ പറയുക, എണീറ്റൊക്കെ നിൽക്കുക, രോമൊക്കെ എണീറ്റ് ഇങ്ങനെ വരും. എനിക്ക് ഭയങ്കര ഇതാ. പണ്ട് സ്കൂൾ പാടിയതൊക്കെ ഓർമ്മ വരും. ഹായ് ശബരി, ഗുഡ് മോർണിംഗ്. കുറച്ചായല്ലോ, ഒരു ഗ്യാപ്പ് വന്നല്ലോ ശബരി. ഒസ്റ്റെൻസിബിളി ദ ഔട്ട്ലേ എക്സീഡ്സ് ദ ലിമിറ്റ് പ്രിസ്ക്രൈബ് ബൈ ഹർ ഫാദർ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല അല്ലേ എമ്മിലെ? ഉഷാറായിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് ഹവമോൾ വന്നു പറഞ്ഞില്ല മിസ്സ്, പാവം ഞാൻ, എന്നെ അടിച്ചമർത്തി അല്ലേ. ഇല്ല, ഹവമോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് ഗ്യാപ്പ് വന്ന് നന്ദീശനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ക്ലാസ്സിൽ, നന്ദീശന് കുറേ നാൾ ഗ്യാപ്പ് വന്നു, എമ്മിൽ കുറേ നാൾ കൂടിയാണ് വരുന്നത്, ഷമ്മാസ് കുറേ നാൾ കൂടിയാണ് വരുന്നത്, അമല കുറേ നാൾ കൂടിയാണ് വരുന്നത്. ഇവർ നാലുമാണ് ഒരു ഗ്യാപ്പ് എടുത്തത് വരുന്നത്. ശബരി ആണെങ്കിൽ ഒരു 2-3 ദിവസമേ മാറി നിന്നിട്ടുള്ളൂ. അല്ലാത്തവരൊക്കെ ഒരു ദിവസമോ 2 ദിവസമൊക്കെ മിസ് ചെയ്യുന്നുള്ളൂ. ഇവർ കുറച്ചായി, ഇവരിപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ എക്സാമും ജോലിയൊക്കെ ആയിട്ട് തിരക്കായിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ പിന്നെ ഞാൻ ഇവരെ ശല്യപ്പെടുത്താത്തതാണ്, അതുകൊണ്ട് പറഞ്ഞ ഹവമോളെ, അത് മനസ്സിലാക്കി നീ. സം ഒഫീഷ്യൽസ് earmark unrecommended applications. Okay, that's great. It was on our SSLC get together I had evoked with old memories. Okay, that's great. Hamol dissented with Rintu Miss for not mentioning her. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അമല, നീ എരുതിയിൽ എൻ്റെ ഒഴുക്കിയാണോ അവസാനം നീ അല്ലേ? Could you suggest a prudent plan? That's a great one. He is an adept for taking prudent decision in any complicated situation. That's great. Prudent decisions were taken at the last moment by authorities. That's it.
It would be prudent to save some money. Great. Avoiding dissenting thoughts will be a prudent decision. That's great. Prudent Amala saved Ardi from being attacked from the zombies. Satyam Mirudan. Mirudan എന്ന് പറയുന്നത് നമ്മൾ ഇതാ എനിക്ക് മിരുദനൊക്കെ മുമ്പ് നമ്മൾ ട്രെയിൻ ടു പൂസൻ കണ്ടിട്ടില്ലേ? ട്രെയിൻ ടു പൂസൻ എന്തായിരുന്നു ഫസ്റ്റ് പാർട്ട്? സെക്കൻഡ് പാർട്ട് പിന്നെ ഓക്കെ ആണ്, ബട്ട് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് അവർ തന്നെ അതിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് സെക്കൻഡ് പാർട്ട് നമുക്ക് അത്ര എനിക്ക് തോന്നിയില്ല. ബട്ട് ഫസ്റ്റ് പാർട്ട് വാസ് ഇൻഎക്സ്പ്ലിക്കബിൾ. അതാണ്, അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫോൺ ടച്ച് സ്ക്രീൻ കംപ്ലൈൻ്റ് ആയില്ലേ? ഓ വെറുതെ അല്ല, ഓക്കെ ഓക്കെ, ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾ വരുന്നുണ്ട്, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ബട്ട് ഇത് തിരുമ്പി വന്നിട്ടേനോ, അതുകൊണ്ട് കുഴപ്പമില്ല. His prudent decision making is really laudable. That's great. The earmark feature of judicial system is about how the judicial officers take a prudent decision. Take a പറഞ്ഞിട്ട് ആരതി എ പറഞ്ഞ പ്ലൂറൽ കൊടുക്കുന്നു. ഓക്കെ, ടേക്ക് എ prudent decisions അല്ല, ടേക്ക് എ prudent decision. എ അല്ലെങ്കിൽ ആൻ നമ്മളെപ്പോഴും സിംഗുലർ ആയ കൗണ്ടബിൾ ആയ നൗണിൻ്റെ കൂടെ കൊടുക്കാവുള്ളൂ. അത് ശ്രദ്ധിക്കണേ. ടേക്ക് എ prudent decision. അല്ലെങ്കിൽ കംപ്ലീറ്റ് മാറും. ബാങ്ക് എക്സാമിനൊക്കെ ഇത് എററായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ എ വന്നിട്ട് പ്ലൂറലൊക്കെ കൊടുക്കും. പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല. കാരണം വെച്ചാൽ സില്ലി മിസ്റ്റേക്സ് അല്ലേ, സില്ലി ക്വസ്റ്റൻസ് ഒന്നും വരില്ല എന്ന് വിചാരിക്കും. ഇല്ല, ഒരുപാട് സില്ലി എറർ ഡിറ്റക്റ്റഡ് ക്വസ്റ്റൻസ് വരാറുണ്ട്. ശ്രദ്ധിച്ചോണം കേട്ടോ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഹിസ് prudent career moves brought him to the top. That's great. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായില്ലേ? അടിപൊളി. അത് കേട്ടാൽ മതി, എനിക്ക് സന്തോഷമായി. നീ എന്നെ തെറ്റിദ്ധരിച്ചില്ലല്ലോടാ എന്ന് പറയുന്ന പോലെ. അടുത്ത പിടിച്ചോ. എമനേറ്റ്. എമനേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എമേർജ് ചെയ്യുക അല്ലേ, പൊട്ടിപ്പുറപ്പെടുക എന്നൊക്കെ പറയും. അറൈസ് ചെയ്യുക അല്ലേ. ദർ ഇസ് എൻ എമിനേറ്റ് അല്ല, ഇങ്ങനെ പറയും. ആൻ ഇഷ്യൂ എമിനേറ്റഡ് യെസ്റ്റർഡേ. ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടോ. അറൈസ് ചെയ്തു, ഡിറൈവ് ചെയ്തു, പ്രൊസീഡ് ചെയ്തു, എമേർജ് ചെയ്തു. ഇതൊക്കെ എമിനേറ്റിൻ്റെ അർത്ഥം കേട്ടോ. എമേർജ് ചെയ്യുക, ബിഗിൻ ചെയ്യുക, ഒറിജിനേറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. ശ്രദ്ധിച്ചോണേ. എമിനേറ്റ് എന്ന വാക്കിന് ഒറിജിനേറ്റ് ചെയ്യുക, ഒരു കാര്യം, ഒരു പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാണ്, ഒറിജിനേറ്റ് ചെയ്യാണ്, എമേർജ് ചെയ്യാണ്, പ്രൊസീഡ് ചെയ്യാണ്, എൻസ്യൂ ചെയ്യാണ്, എന്താ പറയുക, എമിറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ലൈറ്റൊക്കെ എമിറ്റ് ചെയ്യുമല്ലോ, എമിനേറ്റ്, ലൈറ്റ് എമിനേറ്റ്സ് ഫ്രം ദ സൺ എന്നൊക്കെ പറയും. അതിനെയൊക്കെ എമിനേറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ, അബ്സോർബ് ചെയ്യുക, ടേക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡിറൈവ് ചെയ്യുക, അറൈസ് ചെയ്യുന്ന ഓപ്പോസിറ്റ് വിഡ്രോ ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ഒരു കാര്യം ഹോൾഡ് ചെയ്ത് വെക്കുക, സ്റ്റോപ്പ് ചെയ്യുക, നമ്മൾ തൽക്കാലം ഹോൾഡ് ചെയ്ത് വെക്കുക, വിഡ്രോ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്താ പറയുക എമിനേറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ ഒറിജിനേറ്റ്, പ്രൊസീഡ്, എമേർജ്, എൻസ്യൂ, അറൈസ്, ഡിറൈവ്, അങ്ങനെ ഒരുപാട് വാക്കുകൾ അതിൻ്റെ കൂടെ വരും. ആന്റണിമാണ് അബ്സോർബ്, ടേക്കപ്പ്, അതുപോലെ തന്നെ വിഡ്രോ ചെയ്യുക, ഹോൾഡ് ചെയ്യുക എന്നൊക്കെ അർത്ഥം വരുന്നു. ഓർത്ത് വെച്ചോണേ. Okay, it would be prudent to save some money. That's great. Take a prudent decision. അത് തന്നെ. Under favorable conditions, seeds start emanating from the soil. That's great. That's great. Okay. അപ്പോൾ മറക്കണ്ട കേട്ടോ. നമുക്ക് ഈ സെറ്റ് കഴിഞ്ഞ് നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം. വേഗം വേഗം സെൻറ്റൻസ് ഫ്രെയിം ചെയ്തോളൂ. നമുക്ക് പെട്ടെന്ന് ഒരുപാട് വേർഡ്സ് പഠിക്കാനുണ്ട്. യെസ്, ദ ഫോർമുലാസ് വേർ അല്ല, ഫോർമുലയുടെ പാസ്റ്റ് ടെൻസ് ഫോർമുലയാണ് കേട്ടോടാ. ഫോർമുലയാണ്, ഫോർമുലാസ് അല്ല, ലാറ്റിൻ വേർഡാണ്. അപ്പോൾ ഫോർമുലയുടെ പ്ലൂറിൽ എന്ത് വരുന്നുണ്ട്? ഫോർമുലേ, LAE, ഫോർമുല. ഇതാണ് പ്ലൂറിൽ. ഈ ലാറ്റിൻ വേർഡുകൾ നമ്മൾ നന്നായിട്ട് കൊടുക്കും കേട്ടോ. എമിലെ ഫോർമുലേ കേട്ടോ. സ്റ്റിമുലസ്, സ്റ്റിമുലായി പറയുന്ന പോലെ ഫോർമുലേ. ഇതാണ്. were emanated from the hypothesis. When this shutters opened, water emanated from the dam. That's great. അടുത്ത സെറ്റിലോട്ട് പോവാണെങ്കിൽ ഞാൻ പിടിച്ചോ. Impeccable. It was an impeccable move. Oh, അടിപൊളി കേട്ടോ. It was a flawless. ഒരു കുറ്റം പറയാനില്ല. ഇറ്റ് വാസ് എ ഫ്ലോലെസ് മൂവ്. ഭയങ്കര നീറ്റ് ആയിരുന്നു പറയില്ലേ, നമ്മൾ പറയില്ലേ ഇറ്റ് വാസ് എൻ ഇംപെക്കബിൾ അറ്റാക്ക് എന്നൊക്കെ പറയും. അതായത് വിത്തൗട്ട് എനി മിസ്റ്റേക്ക്, ഒരു സ്പോട്ട് തെറ്റില്ല, സ്പോട്ട്ലെസ്, ഫ്ലോലെസ്, പെർഫെക്റ്റ്, ഐഡിയൽ. അതിനാണ് ഇംപെക്കബിൾ എന്ന് പറയാം. അൻ അബ്സല്യൂട്ട് അബ്ജക്റ്റീവ് ആണ്. ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് അബ്ജക്റ്റീവ്. ഇംപെക്കബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം ഫ്ലോലെസ് ആണെന്ന്. പക്ഷേ ഇംപെക്കബിൾ ഒരിക്കലും അബ്സല്യൂട്ട് അബ്ജക്റ്റീവ് എന്ന് നമ്മൾ പറയില്ല. പെർഫെക്റ്റ്, ഐഡിയൽ, അതൊക്കെയാണ് ഇംപെക്കബിളിന് നമ്മൾ ശരിയാ. ഇംപെക്കബിൾ നമുക്ക് പിന്നെ അങ്ങോട്ട് മോസ്റ്റ് പറ്റില്ല. ശരിയാ, ആ കാര്യം അതിൻ്റെ അർത്ഥം പെർഫെക്റ്റ് എന്നാണ്. അതിന് പിന്നെ ഒരു മാറ്റവും ഇല്ല. അതാണ്. അപ്പം അതും അബ്സല്യൂട്ട് അബ്ജക്റ്റീവ് തന്നെയാണ്. നമ്മുടെ ആന്റണിയുമായിട്ട് തന്നെ ഉപയോഗിക്കുമ്പോൾ നമുക്കതിന് പറയാം ഇംപെർഫെക്റ്റ് അല്ലെങ്കിൽ ഡിഫക്റ്റീവ്. എന്തോ ചെറിയ ഡിഫക്റ്റ് ഉള്ളത്, ഫ്ലോഡ്. അതിനാണ് നമ്മൾ എന്താ പറയുക ഇംപെക്കബിളിൻ്റെ ഓപ്പോസിറ്റ്സ് പറയും. ഇംപെർഫെക്റ്റ്, ഡിഫക്റ്റീവ്, ഫ്ലോഡ് എന്നൊക്കെ പറയുന്നത് ഓർത്ത് വെച്ചാൽ. അപ്പോൾ മീനിങ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇംപെക്കബിൾ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇംപെക്കബിൾ ഒരു സ്പോട്ട്, ഒരു മിസ്റ്റേക്ക് പറയാനില്ല, അങ്ങനത്തെ. എറർ ഫ്രീ എന്നൊക്കെ പറയും. അതാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അങ്ങനെ. അപ്പോൾ ഇല്യൂഡ്, അടുത്ത ഇല്യൂഡാണ്. ഇല്യൂഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇവേഡ് ചെയ്യുക എന്നാണ്. ഇവേഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇല്യൂഡ് ചെയ്യുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവേഡ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ് ഇല്യൂഡ് ചെയ്യുന്ന വാക്ക് ഓർത്ത് വെച്ചാൽ ഇല്യൂഡ്. അപ്പോൾ ഇല്യൂഡ് പറയുമ്പോൾ നമുക്ക് വേറൊരു ഇല്യൂഡും കൂടെ ഉണ്ട്. എന്താ പറയുക, ഇല്യൂഡല്ല, അല്യൂഡ് ചെയ്യുക. ഇല്യൂഡും മാറിപ്പോരുത്. ഒരു കൺഫ്യൂസിങ് വേർഡ്സ് പെടുന്ന ഒരു വാക്കാണ് അല്യൂഡ്. ALLUDE.
UDE, allude. അതും verb. Allude ചെയ്യാന്നറിയോ? Refer to something. ഒരു കാര്യം നമ്മൾ റെഫർ ചെയ്യുക, അല്ലെ സജസ്റ്റ് ചെയ്യുക, മെൻഷൻ ചെയ്യുക എന്നർത്ഥത്തിൽ നമുക്ക് അല്യൂഡ് എന്ന് പറയാം. അതേസമയത്ത് ഇല്യൂഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവേഡ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക, നൈസായിട്ട് തന്നെ ഒഴിവാക്കുക. ഡോജ്, ഫ്ലീ, ഡോഡോ, എസ്കേപ്പ് ചെയ്യുക, അതൊക്കെയാണ് ഇല്യൂഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഇല്യൂഡിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും? നമ്മളൊരു കാര്യത്തിനെ ഒഴിവാക്കി അതിനെ മൈൻഡ് ചെയ്ത് നമ്മൾ ഓടി രക്ഷപ്പെടുകയാണ്, പക്ഷേ നമ്മളതിനെ തേടുകയാണ്, സീക്ക്. ബുദ്ധൻ പറയാല്ലേ, വാട്ട് യു സീക്ക് യു സീ, നീ എന്ത് തേടുന്നു നീ അത് കണ്ടെത്തും എന്നാണ്. അപ്പോൾ ഇല്യൂഡ് ചെയ്യുമ്പോൾ നമ്മളതിനെ ഒഴിവാക്കുകയാണ്, സീക്ക് ചെയ്യുമ്പോൾ നമ്മളതിനെ തിരയാണ്. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോൾ ഓർത്തോണം, ഇല്യൂഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് സീക്ക്. അക്സെപ്റ്റ്, പെർസ്യൂ, എംബ്രേസ്. എംബ്രേസ് ചെയ്യുക, വെൽക്കം ചെയ്യുക, അല്ലെ, ആലിംഗനം ചെയ്യുക, അതാണ് എംബ്രേസിൻ്റെ അർത്ഥം. സോ വെൽക്കം ചെയ്യുക, പെർസ്യൂ ചെയ്യുക, എംബ്രേസ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, സീക്ക് ചെയ്യുക എന്നൊക്കെയാണ് നമ്മുടെ ഇല്യൂഡ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇല്യൂഡ് മറന്നുകൊണ്ട് ഇല്യൂഡ് എന്ന വാക്ക് മറക്കണ്ട. ഓക്കെ. അതേസമയത്ത് അല്യൂഡ് ഓർത്തോണം, അല്യൂഡ് ഇസ് ഡിഫറെൻറ്റ് വേർഡ് ആണ്. അതിൻ്റെ അർത്ഥം റെഫർ ടു സംതിങ്, സജസ്റ്റ് ചെയ്യുക, മെൻഷൻ ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ പറയുക അല്യൂഡ് ചെയ്യുക കേട്ടോ. ലെറ്റ്സ് അല്യൂഡ് എനിക്ക് ഇപ്പോഴും ഒരു ഓർമ്മ, ആ ഇൻസ്റ്റൻസ്, ഇത് പറഞ്ഞപ്പോഴും എനിക്ക് ആ ഇൻസ്റ്റൻസ് ഓർമ്മ. അപ്പോൾ നമ്മളൊരു കാര്യത്തിന് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്, അതാണ് ഡിഫറൻസ് കേട്ടോ, ഓർത്ത് വെച്ചാൽ അല്യൂഡ് ആൻഡ് ഇല്യൂഡ്. അടുത്ത ബാഫ്ലിംഗ്. യു ഓൾവേസ് യുവർ എ ബാഫ്ലിംഗ് പേഴ്സൺ. ചില സമയം നമ്മൾ പറയാറുണ്ട്, നീ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. ചില ആൾക്കാരെ നമ്മൾ ഭയങ്കര പിടികിട്ടില്ല നമുക്ക്, ദേ സോ മിസ്റ്റീരിയസ് ഇൻ നേച്ചർ. സോ അതുപോലെ തന്നെ ബാഫ്ലിംഗ് ആയിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരാറില്ല, ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള, പെർപ്ലെക്സിങ്, പസ്ലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ബാഫ്ലിംഗ് സിറ്റുവേഷൻസ് അല്ലേ. സോ ബാഫ്ലിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, പെർപ്ലെക്സിങ്, കൺഫ്യൂസിങ്. അത് നമ്മളെ വണ്ടടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ, കൺഫ്യൂസിങ് ആയിട്ടുള്ള, ബസ്ലിംഗ് ആയിട്ടുള്ള, പെർപ്ലെക്സിങ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ബാഫ്ലിംഗ് എന്ന് പറയുക. ബാഫിൽ ചെയ്യുക വേർബ് ഉണ്ട്, അതിൻ്റെയാണ് ഓപ്പോസിറ്റ്, അതിൻ്റെയാണ് ING ഫോം വരുമ്പോൾ തന്നെ ഓർത്തുള്ളൂ. വെർബ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ V4 അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മറക്കണ്ട. അപ്പോൾ ആന്റണിം എന്താ നോക്കിക്കേ, കൊഹിറൻറ്റ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്, റീസണബിൾ എന്നൊക്കെ പറയാം കേട്ടോ. ബാഫ്ലിങ്ങിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കൊഹിറൻറ്റ്, സിസ്റ്റമാറ്റിക്, റീസണബിൾ എന്നൊക്കെ നമുക്ക് പറയാം, ഓർത്ത് വെച്ചോളാം. ഓക്കെ, ലെറ്റ് മീ റീഡ് യുവർ സെൻറ്റൻസസ്. അപ്പോൾ ഓക്കെ, ഇറ്റ് വുഡ് ബി prudent to save some money. അത് പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞേക്കും, അത് പറഞ്ഞു. എവിടെ എത്തിയായിരുന്നു? ഓക്കെ, ഡാം വരെ എത്തി അല്ലേ. ദ മണിപ്പൂർ ഇഷ്യൂ emanated before months is not discussed properly. Yes. Aradi's statements were absurd and dissenting and paved way for divorce. My husband enjoys dissenting from me. That's great. He felt the pinch in the worst manner because he couldn't meet his outlay at any way. Okay, that's great. Outlay at anyway അല്ല, outlay anyway എന്ന് ഓർത്താൽ മതി. കാരണം anyway എന്ന് പറയുന്നത് അഡ്വർബ് എക്സ്പ്രഷനാണ്, ഇറ്റ്സ് നോട്ട് എ നൗൺ. അപ്പോൾ അല്ലെ, പ്രൊനൗണും അല്ല നൗണും അല്ല. അപ്പോൾ അറ്റ അവിടെ കൊടുക്കണം കേട്ടോ. അനക ദർ വർ സോ മെനി ഇഷ്യൂസ് emanated related to Silver Line project. സത്യം. Nelson is a prudent director who raised all the affronts for ബീസ്റ്റ് ത്രൂ ഹിസ് ന്യൂ മൂവി ജയിലർ. അതാണ് ഓരോരുത്തർക്കും ഒരു അവസരം കിട്ടാൻ വേണ്ടിയിരിക്കുകയാണ്. ഇപ്പം ബീസ്റ്റിൻ്റെ ഇതെല്ലാം മാറ്റിപ്പം അല്ലേ, അതൊക്കെ മാറ്റിയൊക്കെ വന്നില്ലേ, പുതിയൊരു നെൽസൺ നമ്മൾ കണ്ടില്ലേ. ദാറ്റ്സ് ഇറ്റ്. ദ ഷോട്ട് മെയ്ഡ് ബൈ വിരാട് കോഹ്ലി വാസ് ഇംപെക്കബിൾ. വി ഷുഡ് എല്യൂഡ് നെഗറ്റീവ് പീപ്പിൾ from life. That's great. No one can be impeccable person, but you should have the mind to rectify mistakes. Satyam അല്ലേ, നമ്മൾ ഇംപെർഫെക്റ്റ് ആണ് എല്ലാവരും, പക്ഷെ you can rectify mistakes. അത് കറക്റ്റ്. Elude unwanted things in your mind to be peaceful. That's a great one. My husband's citation of all my mistakes during the quarrel is impeccable. അടിപൊളി, കുത്തി നോവിക്കുവാണല്ലേ എന്നല്ല. It was impeccable answer from student. That's great. Impeccable performance of the Varman was appreciated by the Tamil film industry. That's great. I wish my performance would be impeccable. That's great. The employees of Impeccable Shamas tried their maximum to avoid mistakes. Adivali. She skipped unknown questions to elude negative mark. Okay. Chef Pillai is an impeccable cook in Kerala. Pillai, Cheria. Anirudh has the ability to lift the movie situation with his impeccable background score. Yeah. We all need that one person to motivate us in baffling situations. Yes, we do need a person. After attending RRBPO this year, I came into a baffling situation. Megha, never give up. Her character was impeccable and she was respected by everyone. Right. I alluded to his eludation. Eludation അല്ല, അതിൻ്റെ നൗൺ ഫോർമുലേഷൻ ഒന്ന് ശ്രദ്ധിച്ചോണേ, അതെല്ലാം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈവൻ ദോ ഇപ്പോൾ നോക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവാണ്. ഈവൻ ദോ ഷി വാസ് എൻ ഇംപ്രോപ്റ്റു ചൈൽഡ്, it proved to be impeccable decision as grow up കൊടുക്കില്ല, as you grow up. അങ്ങനെ ഒരു സബ്ജക്റ്റ് അവിടെ വേണം, എന്നാലേ അത് ക്ലോസ് ആയി മാറുള്ളൂ കേട്ടോ ഷമാസെ. Some questions
some questions, സമ്മിൻ്റെ കൂടെ നമ്മളൊരു കൗണ്ടബിൾ നൗൺ കൊടുത്തെങ്കിൽ പ്ലൂറൽ കൊടുക്കണം ട്രൂത്തെ. സം ക്വസ്റ്റ്യൻസ് എന്ന് കൊടുക്കണം. പിന്നെ മേക്സ് എന്ന് കൊടുക്കരുത്, makes baffling on us. Some questions are baffling to us എന്ന് കൊടുത്താൽ മതി. Some questions are baffling to us, അല്ലെങ്കിൽ some questions makes us baffling, confusing എന്ന് കൊടുത്താൽ മതി. The reasoning part of IBPS RRB IBPS exam is always baffling. ആണല്ലേ. Biker turned off the highway onto a side road to elude the police. Okay. India has brought an administrative system. Then why the people of Manipur emerge against rules and laws of the country? That's great. Baffling ideologies manifested his real character. That's great. About a baffling question it was. Ask some reasonable questions next time. That's great. An impeccable rescue operation was performed by the fishermen during flood in Kerala. You have to be impeccable in your job. That's great. Please elude the irrelevant information from the report which makes us baffling. എന്ന് കൊടുക്കണം. അവിടെ ഒബ്ജക്റ്റ് മേക്കിന് ഒബ്ജക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ അബ്ജക്റ്റ് കൊടുത്തു. അപ്പോൾ ഓക്കെ. ഇംപെക്കബിൾ എഡിറ്റോറിയൽ സെഷനിലെ ശബരി, ഐ എം സോ ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്. ഇംപെക്കബിൾ ആണ് അന്ന് പറയരുത് കേട്ടോ. ഇംപെക്കബിൾ അല്ല, ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്, ബട്ട് വി ട്രൈ ടു ബി അല്ല ഗുഡ് അല്ലേ, വി ട്രൈ ടു ബി ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ആംബിഗ്വിറ്റി പിടിച്ചോളൂ. അടുത്ത സെറ്റ്, ലാസ്റ്റ് സെറ്റാണ് ആംബിഗ്വിറ്റി. അറിയാലോ ആംബിഗ്വിറ്റിയുടെ അർത്ഥം? ആംബിവാലൻസ്, ആകെപ്പാട് നമുക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ, ഒബ്സ്ക്യൂരിറ്റി, പല ഇൻ്റർപ്രിട്ടേഷൻ ഉള്ളത്. അതിനാണ് ആംബിഗ്വസ് എന്ന് പറയുന്നത് അല്ലെ. ആംബിഗ്വസ് ആണ് ആംബിഗ്വിറ്റിയുടെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളൊരു വാക്കാണ് ആംബിഗ്വസ് എന്ന വാക്ക്. ആംബിഗ്വിറ്റി അതിൻ്റെ നൗൺ ആണ്. ആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ ആംബിവാലൻസ്, ഈക്വിവൊക്കേഷൻ, ഒബ്സ്ക്യൂരിറ്റി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ആന്റണിം എന്താണ്? ക്ലാരിറ്റി അല്ലെങ്കിൽ സെർട്ടനിറ്റി, ട്രാൻസ്പെറൻസി, സുതാര്യത എന്ന് പറയും. അതിനാണ് നമുക്കെന്ന് പറയാൻ പറ്റുക ആംബിഗ്വിറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാൻ പറ്റുക. അടുത്ത സജേൺ ആണ്. സജേൺ എന്ന് പറയുന്ന നൗൺ ഉണ്ട്, വേർബ് ഉണ്ട്. സജേൺ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് സ്റ്റേ കേട്ടോ, കുറച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്യാൻ വരുന്നു, അതിനാണ് തൽക്കാലത്തേക്ക്. അതിനാണ് സജേൺ. സജേൺ പക്ഷേ ഇത് ഫോമൽ വേർഡാണ്. സജേൺ എന്ന വാക്ക് ഫോമലാണ് കേട്ടോ, നമ്മളങ്ങനെ എപ്പോഴും ഒന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ സജേൺ എന്ന വാക്കിനെ വല്ലപ്പോഴും ഒക്കെ കാണുന്നത്. സജേൺ ഒരു ഫോമൽ വാക്കാണ്, നൗണാണ്, വേർബുമാണ്. അത് നമ്മൾ ഷോർട്ട് സ്റ്റേ എന്നത് തൽക്കാലത്തേക്കൊന്നും താമസിക്കുന്നതിനാണ് ഷോർട്ട് സ്റ്റേക്കാണ് സജേൺ എന്ന് പറയാം. വിസിറ്റ്, സ്റ്റോപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ അതിനെ ലിവ് ചെയ്യുക അല്ലെങ്കിൽ പുട്ടപ്പ് ചെയ്യുക, ലോഡ്ജ് ചെയ്യുക എന്നൊക്കെ പറയും. ഷോർട്ട് ടൈം ലിവിങ് ആണ്, അതാണ്. അപ്പോൾ ആന്റണിയുമായിട്ട് വരെ റിസൈഡ് ചെയ്യുമ്പോൾ ഫുൾ ടൈം നമ്മൾ താമസിക്കും. റെസിഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്താൽ മതി, കുറേ നാളത്തേക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് ഡ്വെൽ ചെയ്യുക, റെസൈഡ് ചെയ്യാന്ന്. അതാണ് അതിൻ്റെ ആന്റണിയുമായിട്ട് വരിക. അതിൻ്റെ തന്നെ ആന്റണിയും അത് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. റിസൈഡ് ചെയ്യുമ്പോൾ ലോങ് ടേം ആണ്, സ്റ്റേ ചെയ്യുമ്പോൾ കുറച്ച് ഷോർട്ട് ടൈം ആണ്, അതാണ് വ്യത്യാസം. അടുത്ത ഡിഫിഡൻസ് ആണ്. ഡിഫിഡൻസിൻ്റെ ഓപ്പോസിറ്റ് കോൺഫിഡൻസ് ആണെന്ന് അറിയാലോ. ഡിഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഷൈനസ്, മീക്നെസ്, റെറ്റിസൻസ്, ഒരു ചെറിയൊരു എന്താ പറയുക നമ്മുടെ ഹെസിറ്റേഷൻ, അതിനെയാണ് നമ്മൾ ഡിഫിഡൻസ് പറയുന്നത്. നമ്മുടെ തൽക്കാലത്തേക്ക് ഒരു മാറ്റി നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനാണ് നമ്മൾ ഡിഫിഡൻസ് പറയുന്നത്. ഹെസിറ്റൻസ് കേട്ടോ, ഹെസിറ്റൻസ്, റിലക്റ്റൻസ്, ഹെസിറ്റൻസ് എന്ന് പറയാം. ഷൈനസ്, മീക്നെസ് ഒക്കെ, റെറ്റിസൻസ് ഒക്കെ പറയും. അപ്പോൾ അതിന് ആന്റണിയുമായിട്ട് പറയാം കോൺഫിഡൻസ്, ബോൾഡ്നെസ് അല്ലെങ്കിൽ അസർട്ടീവ്നെസ് എന്നൊക്കെ പറയും. അതാണ് നമ്മുടെ ഡിഫിഡൻസിൻ്റെ ഓപ്പോസിറ്റ്. കോൺഫിഡൻസിന് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഡിഫിഡൻസ്. ഓർത്ത് വെച്ചോണേ, എക്സാമിനൊക്കെ വന്നാൽ യു ഹാവ് ടു ബി വെരി മച്ച് കെയർഫുൾ ആൻഡ് ഡു ഇറ്റ്. അത് എഴുതിക്കോണം. There is an ambiguity in the report. Great. The resurrection of Arati was baffling as she comes up with ambiguous verdicts. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ച് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ തന്നെ പഴയ ഒരു ഓളമൊക്കെ വരുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് മൂവ് ടു നമ്മുടെ ആർട്ടിക്കിൾ. ഇതാണ് നമ്മുടെ വേർഡ്സ് കേട്ടോ. ലെറ്റ്സ് മൂവ് ടു ദ ആർട്ടിക്കിൾ. സമയം കളയുന്നില്ല, നമുക്ക് നേരെ ആർട്ടിക്കിളിലോട്ട് പോകാം. നമ്മുടെ ആർട്ടിക്കിൾ അപ്പോൾ RRB ഫൗണ്ടേഷൻ ബാച്ച്, റെയിൽവേയുടെ അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് SIBPOയുടെ 17-ാം തീയതി ക്ലാസ്, SIBPOയുടെ അതുപോലെ തന്നെ NSCLയുടെയും IBPS POയുടെയും ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ 17-ാം തീയതി. അപ്പോൾ ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ജോയിൻ ചെയ്യുക. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സിൽ ബാങ്ക് എക്സാമിന് ഇപ്പോൾ അവൈലബിൾ ആണ്. മറ്റ് RRB റെയിൽവേയുടെ ക്ലാസ്സൊക്കെ ആകുമ്പോൾ നമ്മളതിന് കംപ്ലീറ്റ് നമ്മുടെ ഓൺലൈൻ ഇൻട്രാക്റ്റീവ് ലൈവ് സെഷൻസ് മാത്രമാണ്. ഇവിടെ നമുക്ക് ബേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ക്ലാസ്സുകളും കൂടെ ലൈക്ക് നമ്മുടെ ബേസ് കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ റെക്കോർഡ് കൂടെ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും കൂടുതലായിട്ട് ക്വസ്റ്റൻ ആൻസർ സെഗ്മെൻറ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പറഞ്ഞു 2100 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഈ കോഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് 22% ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് ഡബിൾ വാലിറ്റി ഓഫറും ഉണ്ട്. അപ്പോൾ കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്തിട്ട് കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. മെഗാ പാക്കും ഇപ്പോൾ അവൈലബിൾ ആണ് ഡബിൾ വാലിറ്റി ഓഫറിൽ ആൻഡ് ഡിസ്കൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. 22% ഡിസ്കൗണ്ട്. ഫാക്കൽറ്റി കോഡ് ഉച്ചാധർ ശിക്ഷ അഭിയാൻ, ഉച്ചത്തർ, ഓക്കെ, ഹിന്ദി ആയതുകൊണ്ടാണ്. PM ഉഷ, അതാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക ആ ഒരു പോളിസി സ്കീമിൻ്റെ പേര്. അപ്പോൾ സെൻട്രൽ മസ്റ്റ് റീവിസിറ്റ് ദ പ്രധാനമന്ത്രി ഉച്ചാധർ ശിക്ഷ അഭിയാൻ അല്ലെങ്കിൽ PM ഉഷ ആൻഡ് ടേക്ക് ഓൺ ബോർഡ് ഡിസെൻഡിങ് സ്റ്റേറ്റ്സ്. ഓപ്ഷൻസ് അല്ലെങ്കിൽ
ഇന്ന് നെറ്റ് പോയല്ലോ നമുക്ക് പണി കിട്ടിയെന്ന് തോന്നുന്നത്. ഞാനിങ്ങനെ വലിയ ഉഷാറായിട്ട് വായിച്ചു വന്നപ്പോഴാണ് നെറ്റിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ തിരിച്ചു വന്നോ? ഞാൻ തിരുമ്പി വന്നിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏറെക്കുറെ ക്ലാരിറ്റിയോടെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അത് വീണ്ടും ഞാൻ പോയോ? ഞാൻ വായിക്കുമ്പോഴേക്കും വീണ്ടും ഡൗൺ ആവുമോ? ഇനി ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നാൽ മതിയോ? അല്ലെങ്കിൽ അങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ആർട്ടിക്കിൾ അയച്ചു തരണോ? ഇന്ന് നല്ലൊരു ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് എനിക്ക് ആർട്ടിക്കിൾ വായിക്കാൻ പറ്റുന്നില്ലല്ലോ. നോക്കട്ടെ, പറ്റുമോ നോക്കാം. പറ്റുമെങ്കിൽ നമുക്ക് ഓക്കെ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നോട്ടിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. ഓക്കെ, തിരിച്ചു വന്നാൽ തോന്നുന്നത് നമുക്ക് വായിക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ PM ഉഷ എന്നുള്ളത് നമുക്ക് നോക്കാം, നമ്മുടെ സ്കീമിനെ പറ്റി. By mandating states and union territories to implement the national education policy, നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേറ്റ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, അല്ല അപ്രൂവൽ കൊടുക്കുകയാണ് ടു ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. NEP 2020 ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അല്ലേ? അത് 2020 മുന്നോട്ട് വന്ന ആൻഡ് അഡോപ്റ്റ് കണ്ടിന്യൂസ് അക്കാഡമിക് ക്രൈറ്റീരിയ ഇൻ ഓർഡർ ടു അവൈൽ ഫണ്ട്സ് അണ്ടർ പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷ അഭിയാൻ PM ഉഷ. അപ്പോൾ PM ഉഷ ഇതാണ് ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് അതിനെ പറ്റി എത്ര പറയുള്ളൂ. അപ്പോൾ ഇവിടെ ഫണ്ട്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, ബെനിഫിറ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഇന്ത്യൻ്റെ ഇതിൽ അപ്പോൾ യൂട്ടിലൈസ് ആവശ്യത്തിന് ഫണ്ട് ഉപയോഗിക്കുക. ഇതൊരു കണ്ടൻസ്ഡ് അക്കാഡമിക് ക്രൈറ്റീരിയ ആയിട്ടാണ് ആൾക്കാർ പറയുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, 4 വർഷത്തേക്ക് ക്ലാസ്സുകളും ഒക്കെ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു രീതിയിലോട്ട് വരുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ കുറച്ചുണ്ട്, അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു എക്സ്ക്ലൂസിവിസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് സെൻട്രൽ സ്കീം ഒരു എക്സ്ക്ലൂസിവിസ്റ്റ് ആയിട്ടൊരു കാര്യം, അതിനെ ഉറപ്പായിട്ട് നമ്മൾ തന്നെ ഉപയോഗിക്കണം എന്നുള്ള, നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് നമ്മൾ എന്തായാലും ഉപയോഗിക്കണം, ഈ ഒരു സ്കീം നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് സെൻട്രൽ ഒരു വാശി പിടിക്കുന്നുണ്ട്. ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ MOE അപ്പിയേഴ്സ് ടു ഹാവ് ദ സെൻട്രൽ സ്കീം എക്സ്ക്ലൂസിവിസ്റ്റ്. ഇവിടെ ഇത് ഭയങ്കര എക്സ്ക്ലൂസിവിസ്റ്റ് ആയിട്ടാണ് സെൻട്രൽ ഇതിനെ കാണുന്നത്. ദ ഗൈഡ് ലൈൻസ് ഫോർ ദ സ്കീം ആൻഡ് ഇംപ്രൊവൈസ്ഡ് വേർഷൻ ഓഫ് ദ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ RUSA 1 and 2. അപ്പോൾ RUSA 1 രാഷ്ട്രീയ ഉച്ചാത്തർ ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന റൂസ 1 and 2 എന്ന് പറയുന്ന ഈ സ്കീമിൻ്റെ കീഴിൽ വരുന്ന ഒരു ഇംപ്രൂവൈസ്ഡ് വേർഷൻ ആയിട്ട് നമുക്ക് പറയാം. ഇതിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ടു എൻഷുർ ആക്സസ് ക്വാളിറ്റി ആൻഡ് എക്സലൻസ് ഇൻ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇത് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആക്സസ് കൊടുക്കണം, ഇക്വിറ്റി കൊടുക്കണം, അതുപോലെ എക്സലൻസ് കൊടുക്കണം. ആർക്ക്? ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. അതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നമ്മൾ സ്റ്റേറ്റിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നമ്മൾ എന്ത് കൊടുക്കണം? ആക്സസ് കൊടുക്കുക, ഇക്വിറ്റി കൊടുക്കുക, എക്സലൻസ് കൊടുക്കുക. അതൊരു നല്ലൊരു കാര്യമാണ്. അവിടെ എന്ത് കൊടുക്കണം? സെൻട്രൽ ഫണ്ടിങ് കൂടെ കൊടുക്കണം. ഫണ്ട് ആരുടെ കയ്യിൽ നിന്നാണ് വരേണ്ടത്? സെൻട്രലിൻ്റെ കയ്യിൽ നിന്ന് വരികയും ചെയ്യണം. വേർ റിലീസ്ഡ് ഇൻ ജൂൺ. അങ്ങനെ ജൂൺ മാസത്തിൽ ഇങ്ങനെ ഒരു റിലീസ് വന്നിട്ടുണ്ടായിരുന്നു. ആ റൂസ 1 and 2 റിലീസ് ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സെൻട്രൽ ഫണ്ടിങ്ങോട് കൂടിയിട്ട് സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഇക്വിറ്റി കൊടുക്കുക, ആക്സസ് കൊടുക്കുക, എക്സലൻസ് കൊടുക്കുക. അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഓൺലി 22 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, 22 സ്റ്റേറ്റുകളും അതുപോലെ UTs യൂണിയൻ ടെറിട്ടറീസും മാത്രമേ ഇതിന് ജോയിൻ ചെയ്തുള്ളൂ PM ഉഷയിൽ. കാരണം വെച്ചാൽ ബാക്കിയുള്ളവർ അതിനെ എതിർപ്പ് കാണിച്ചായിരുന്നു. വിച്ച് റിക്വയർസ് എ മെമ്മറാൻഡം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അപ്പോൾ നമുക്കതിനെ എതിർത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു മെമ്മറാൻഡം റിക്വയർ ചെയ്യുന്നു ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ടു ബി സൈൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ മെമ്മറാൻഡം കൊടുക്കുന്നു, അവർക്ക് മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് എന്തുകൊണ്ടുള്ള രീതിയിൽ അതിന് ഒരു ഡിപ്ലോമസിയുടെ ബേസിസിൽ അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റേറ്റും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷനും MOE തമ്മിൽ ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു മെമ്മറാൻഡം അയക്കുന്നു. അതിൽ വെസ്റ്റ് ബംഗാൾ, തമിഴ്നാടു ആൻഡ് കേരള ആർ among 14 states and union territories which have refused to get on board. അപ്പോൾ 14 സ്റ്റേറ്റ്സ് അതിനെ എതിർത്തു എന്ന് പറയുന്നുണ്ട്. അതിൽ പെടുന്ന 3 സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സ്റ്റേറ്റ് എടുത്ത് പറയുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ എതിർത്തു, അതുപോലെ തന്നെ തമിഴ്നാടു എതിർത്തു ആൻഡ് കേരള. ഇവർക്ക് ഇതിനോട് എതിർപ്പ് കാണിച്ച് അവർ പറഞ്ഞു ഇതിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് PM ഉഷയിൽ ഇവർക്ക് ഒരു യോജിപ്പില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എതിർത്ത സ്റ്റേറ്റ്സ് ഏതൊക്കെ? ഇതൊക്കെ ക്വസ്റ്റനിൽ വരാട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്യണം, കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പാർട്ട് ഫ്രം എംബ്രേസിംഗ് ദ NEP 2020, the Memorandum of Understanding includes inter alia, among other things, commitment from states on adopting guidelines for the National Credit Framework and choice-based credit system for 4-year undergraduate program. ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് നിന്ന് NEPയുടെ 2022 NEPയുടെ ഒരു ഹൈലൈറ്റ് വരുന്നത് എന്താ വെച്ചാൽ, ഇതിനെ ഈ മെമ്മറാൻഡം ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ. മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഇതിൻ്റെ കൂടെ മറ്റുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട്. അതിൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം വെച്ചാൽ സ്റ്റേറ്റിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം. എന്തിനാണ്?
ഈ കാര്യങ്ങൾ ഗൈഡ്ലൈൻസിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കാണ്. നമ്മൾ മുന്നോട്ട് കൊണ്ടുവച്ചിരിക്കുന്ന കാര്യം വെച്ചാൽ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കും അതുപോലെ തന്നെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റവുമാണ് കൊണ്ടുവരാനാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ 4 year ആയിട്ട് നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് കൊടുക്കണം. 4 വർഷത്തേക്കുള്ള അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനോട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഓണേഴ്സ് ഡിഗ്രി ഒക്കെ പോലെ വിതൗട്ട് അഗ്രീയിങ് ടു ദീസ് കണ്ടീഷൻസ്, ഇതിനോട് എഗ്രി ചെയ്യാതെ എതിർത്തുകൊണ്ട് സ്റ്റേറ്റ്സ് കനോട്ട് അവെയിൽ എ ഷെയർ ഇൻ ദ ഫണ്ട്സ്. അപ്പോൾ എന്ത് ചെയ്യും? എഗ്രി ചെയ്യാത്ത സ്റ്റേറ്റുകൾക്ക് ഞങ്ങൾ ഫണ്ട് കൊടുക്കില്ല, സെൻട്രൽ ഫണ്ട് കൊടുക്കില്ല എന്ന രീതിയിൽ പറഞ്ഞു. ആൻഡ് ഔട്ട്ലേ ഓഫ് 12,926.10 crore rupees. അപ്പോൾ ഓർക്കണം, അപ്പോൾ എത്ര രൂപയുടെ എന്ന് പറഞ്ഞാൽ 12,922.10 കോടി രൂപയുടെ ഫണ്ടാണ് കേട്ടോ. ആ ഫണ്ട് ഇപ്പോൾ സ്റ്റേറ്റ്സ് അഗ്രി ചെയ്തില്ലെങ്കിൽ ഞങ്ങളത് കൊടുക്കില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ബിറ്റ്വീൻ 2023-24, അപ്പോൾ ഈ ഫിസിക്കൽ ഇയർ, ഈ ഫിനാൻഷ്യൽ ഇയറിൽ 2023-24 കാലഘട്ടത്തിൽ ഈ ഫിസിക്കൽ ഇയറിൽ ഈ ഒരു എമൗണ്ട് ഔട്ട്ലേ എക്സ്പെൻസ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. ആൻഡ് അതുപോലെ 2025-26 വരെ ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടം, അതായത് ഈ അക്കാഡമിക് ഇയർ മുതൽ 2025-26 അക്കാഡമിക് ഇയറിലും ഫിസിക്കൽ ഇയറിലും നമ്മൾ ഈ ഔട്ട്ലേ കൊടുക്കില്ല, പൈസ കൊടുക്കില്ല, ഇഫ് യു ആർ നോട്ട് അഗ്രീയിങ് ടു അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നാണ് നമ്മുടെ സെൻറ്റർ പറയുന്നത്. And that earmarked to improve state-run higher education. അപ്പോൾ ഇവർ പറയുക വെച്ചാൽ ഇത് നമ്മൾ എന്തിനു വേണ്ടി കൊണ്ടുവരുന്നത്? നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്നാണ് സെൻറ്റർ വാദിക്കുന്നത്. ദിസ് ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് 40% of funding has to be borne by the respective state government. അപ്പോൾ പറയുന്നുണ്ട് 40% ഉള്ള ഫണ്ടിങ്ങിൻ്റെ 60% സെൻട്രൽ ഗവൺമെൻറ് തരാം, ബാക്കി 40% ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണോ ആ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ എടുത്തോണം, വഹിച്ചോണം എന്നൊരു കാര്യം കൂടെ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആൻഡ് മൂവിങ് ടു ദ പാരഗ്രാഫ്, അടുത്ത പാരഗ്രാഫിലോട്ട് നോക്കാം. ഓവർ ദ പാസ്റ്റ് സെവറൽ ഇയേഴ്സ്, കുറച്ച് വർഷങ്ങളായിട്ട് പഴയ പണ്ടത്തെ കാലഘട്ടത്തിലോട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, a few states have strongly opposed NEP 2022. കുറച്ച് സ്റ്റേറ്റ്സിനെ എടുത്ത് പറയാം. ആ സ്റ്റേറ്റ്സിനെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. NEPയോട് തീരെ യോജിപ്പ് കാണിക്കാത്ത പാസ്റ്റ് സെവറൽ ഇയേഴ്സ് ആയിട്ട് കുറച്ച് കൺട്രീസ് അല്ല സ്റ്റേറ്റ്സ് അതിനോട് എതിർപ്പ് കാണിക്കുന്നുണ്ട്. ബോത്ത് അറ്റ് ദ ഡ്രാഫ്റ്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ സ്റ്റേജസ്. ഡ്രാഫ്റ്റ് സ്റ്റേജിലാണെങ്കിലും ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലും നല്ല എതിർപ്പ് കാണിക്കുന്ന കുറച്ച് സ്റ്റേറ്റുകൾ, സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റുകളുണ്ട്. സം സച്ചസ് തമിഴ്നാടൊക്കെ ഭയങ്കര ഒപ്പോസിഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഹാവ് ഇനിഷ്യേറ്റഡ്, കാരണം അവരെന്ത് ചെയ്തു? അതിന് ഒപ്പോസ് ചെയ്യുക മാത്രമല്ല, ദേ ഹാവ് ഇനിഷ്യേറ്റഡ് മെഷേഴ്സ് ടു ഡ്രാഫ്റ്റ് ദെയർ ഓൺ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി. ഞങ്ങളുടേതായ സ്വന്തമായിട്ടുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസീസിനെ ഇംപ്ലിമെന്റ് ചെയ്തോളാം എന്ന ഒരു സ്റ്റേജിലോട്ട് തമിഴ്നാട് എത്തിയിട്ടുണ്ട്. ദർ ആർ ഡിമാൻഡ്സ് ടു റീസ്റ്റോർ എഡ്യൂക്കേഷൻ ടു ദ സ്റ്റേറ്റ് ലിസ്റ്റ് ഫ്രം ദ കൺകറന്റ് ലിസ്റ്റ്. അവർ ഡിമാൻഡ് കൂടെ ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനെ റിസ്റ്റോർ ചെയ്യണം, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലോട്ട് റിസ്റ്റോർ ചെയ്യണം, കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റി സ്റ്റേറ്റ് ലിസ്റ്റിലോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ഇനിഷ്യേഷൻ്റെ ഒരു ഡിമാൻഡ് കൂടെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വേർ ഇറ്റ് വാസ് മൂവ്ഡ് വിതൗട്ട് ഡിബേറ്റ് ഡ്യൂറിംഗ് ദ എമർജൻസി പീരീഡിന്റെ സമയത്താണ് ഇത് മൂവ് ചെയ്ത് കൺകറന്റ് ലിസ്റ്റിലോട്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറിയത്. അതിനെ വീണ്ടും കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലോട്ട് കൊണ്ടുവരണമെന്ന് തമിഴ്നാട് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് ദിസ് ബാക്ക്ഡ്രോപ്പ്, ഈ ഒരു അവസ്ഥയോട് എതിർത്തുകൊണ്ട്, ഇറ്റ് വുഡ് അപ്പിയർ ദാറ്റ് ദിസ് കണ്ടീഷൻസ് ഓഫ് PM Usha have been tailored to impose NEP 2020 through the back door. അപ്പോൾ നൈസായിട്ട് ബാക്ക് ഡോർ കൂടെ NEP 2020 ടൈലർ ചെയ്ത് അത് ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ PM Usha ശ്രമിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു പോളിസി സ്കീമിന്റെ പ്രത്യേകത. ദ സ്കീം ഓൾസോ റിക്വയർസ് അഡോപ്ഷൻ ഓഫ് മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻസ്. ഇവിടെ നമുക്ക് സ്കീമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് സ്കീം നമ്മൾ തുടങ്ങിയാലും മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻസ് വേണം ഡിഗ്രി പ്രോഗ്രാംസിൽ. ആൻഡ് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ഗൈഡ്ലൈൻസ്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ഗൈഡ്ലൈൻസിന്റെ കീഴിലും അതുപോലെ തന്നെ ഡിഗ്രി പ്രോഗ്രാംസിലും മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് വെൻ അക്കാഡമിക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എക്സ്പ്രസ് സീരിയസ് കൺസേൺസ് അബൌട്ട് ദ മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻസ്. അപ്പോൾ ഒരുപാട് മൾട്ടിപ്പിൾ എക്സിറ്റ് ആൻഡ് എൻട്രി ഓപ്ഷൻസ് വരുമ്പോൾ അത് ഭയങ്കര സീരിയസ് കൺസേൺസ് ആയിട്ട് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ അതിനെപ്പറ്റി ചിന്തിച്ചു. ദാറ്റ് പോസിബിളി ട്രിഗറിങ് മോർ ഡ്രോപ്പ് ഔട്ട്സ് ഫ്രം ദ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ തന്നെ നമുക്കറിയാം, ഒന്നാമത് ഡ്രോപ്പ് ഔട്ടുകൾ വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ മൊത്തത്തിൽ. അപ്പോൾ 4 വർഷമെങ്കിൽ ഉറപ്പായിട്ടും കൂടുതൽ ഡ്രോപ്പ് ഔട്ട്സ് കൂടുകയുള്ളൂ. വർഷം കൂടുന്നതും സമയം അല്ലേ, അതിനുള്ള പൈസയും അതിനുള്ള സമയം നമ്മുടെ കുട്ടികളിൽ ഇല്ല. കാരണം ഇന്ത്യ പൂർ തന്നെ രാജ്യം അത്ര വലിയ വികസിത രാജ്യമൊന്നുമല്ല, നമുക്കറിയാലോ. ദ എംഫസിസ് ഓൺ എ 4-year undergraduate program has also evoked concerns as to whether socially and economically background students, socially economically backward ആയിട്ടുള്ള സ്റ്റുഡൻസിനും ശരിക്കും can they afford money and time? അവർക്ക് പറ്റുമോ ഇതിനുള്ള സമയവും അതുപോലെ തന്നെ അവർക്ക് അതിനുള്ള മണി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടുകയാണ്. To pursue an extra year in college to acquire a degree. അവർക്ക് ഒരു എക്സ്ട്രാ ഇയർ പെർസ്യൂ ചെയ്യാൻ, എന്താണ് പറയുക, അതിനെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു അവർക്ക് പറ്റുമോ, അതിനുള്ളൊരു കഴിവ് അവർക്കുണ്ടോ, അതിനുള്ള ടൈം അവരുടെ കയ്യിലുണ്ടോ, അതിനുള്ള മണി അവരുടെ കയ്യിലുണ്ടോ എന്നൊരു ചോദ്യമാണ്.
ബിസൈഡ്സ് കാരണം നമ്മൾ ഒരുപാട് പേര് അറിയാം ഡിസ്റ്റൻസ് ആയിട്ട് +2 കഴിഞ്ഞ് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നുണ്ട്. കാരണം അവർക്ക് അതിനുള്ള സാഹചര്യം ഇല്ല, അവർക്കത് പറ്റൂ, ജോലി എടുത്തേ പറ്റൂ. അതുകൊണ്ട് ബിസൈഡ്സ് ഈവൻ സ്റ്റേറ്റ് സപ്പോർട്ടിങ് ദ NEP 2020 NEP 2020 സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് മേഘാലയ. ആ മേഘാലയ പോലും ഹാസ് കോൾഡ് ഫോർ എ റീവിസിറ്റ് ഓഫ് ദ ഫണ്ടിങ് ക്രൈറ്റീരിയ. ഫണ്ടിങ് ക്രൈറ്റീരിയ ഇങ്ങനെ പോയാൽ പറ്റില്ല, അതിന് റീവിസിറ്റ് നടത്തേണ്ട, ഒരു ഒന്നുകൂടി റീചെക്ക് ചെയ്യണം എന്ന് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ബെനിഫിഷ്യറി യൂണിറ്റ്സ്, അതുപോലെ തന്നെ ബെനിഫിഷ്യറി യൂണിറ്റ്സിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യണമെന്നും അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിൻസ് ഇറ്റ്സ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഇസ് ഇറ്റ്സ് ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ബീങ് ഓപ്പറേഷണൽ. മേഘാലയയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുവാണ്, അതിന്റെ ഇനിഷ്യൽ സ്റ്റേജിലാണ്, ഓപ്പറേഷണൽ സ്റ്റേജിലെ ഇനിഷ്യൽ സ്റ്റേജിലൂടെ കടന്നു പോവാണ്. അപ്പോൾ അവർ പറഞ്ഞു ഫണ്ടിങ് കൂട്ടുക, ഫണ്ടിങ് ക്രൈറ്റീരിയ കുറച്ചുകൂടി റീവിസിറ്റ് ചെയ്യുക, അതുപോലെ ബെനിഫിഷ്യറി യൂണിറ്റ്സിന്റെ നമ്പറും കൂട്ടണമെന്ന് നിർബന്ധമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. NEP-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് മേഘാലയ. അവർ പോലും ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം. Under these circumstances, ഈ ഒരു അവസരത്തിൽ it would be prudent, it would be wise for the Ministry of Education to negotiate better terms with the dissenting states. അതുകൊണ്ട് തന്നെ ഡിസെൻഡിങ് സ്റ്റേറ്റ്സുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അല്ലെ. ഒരു വഴക്ക് വന്നാൽ അതിനെ സോൾവ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്പെക്ടിങ് ദ എസൻസ് ഓഫ് കോപ്പറേറ്റീവ് ഫെഡറലിസം, അതാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിനെ, കോർപ്പറേറ്റീവ് അല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഫെഡറലിസത്തിന്റെ ഒരു എസൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡിസെൻഡിങ് ഉറപ്പായിട്ടും വൈരുദ്ധ്യമായിട്ടുള്ള ചിന്താഗതികളുണ്ടാവും, അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ നെഗോസിയേഷന് എത്തിച്ചേരണം എന്ന് പറഞ്ഞുകൊണ്ടൊരു വളരെ അനലിറ്റിക്കൽ ആയിട്ടൊരു ഒരു ആർട്ടിക്കിളാണിത്. ഐ ഹോപ്പ് ദിസ് ഇസ് സോ ക്ലിയർ ടു യു. ക്ലിയർ ആയെങ്കിൽ എല്ലാവരും തംസ് അപ്പ് ഇടുക. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാൻ സമയം കളയണ്ട. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. It is true that the court said that its order will hold good only until Parliament made a law as envisaged in the Constitution. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. 2 പേര് ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ 2 പേര് എനിക്ക് ആൻസർ വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് can I get some answers people? നിങ്ങളുടെ ആൻസർ എനിക്ക് കിട്ടാൻ പറ്റുമോ? Can I get that answer from you? ഇവിടെ എന്താ വരുന്നത് നോക്കിയേ, ഇറ്റ് ഈസ് ട്രൂ, ഇത് സത്യമാണ്, ദാറ്റ് ദ കോർട്ട് സെഡ്. അപ്പൊ തന്നെ നമുക്കറിയാം സെഡ് വന്നപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആയി ഇല്ലേ. നമുക്ക് ഒരുപാട് തവണ എക്സാമിന് വരുന്ന ഒരു ചോദ്യമാണ്, പാസ്റ്റ് ടെൻസിലാണ് ഒരു സെന്റൻസ് എങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പാസ്റ്റ് ടെൻസിലുള്ള മോഡൽ ഓക്സിലറി വെർബേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. സെഡ് പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഗിവൺ ദാറ്റ് നമ്മൾ എന്ത് കൊടുക്കണം, ഇവിടെ ഇത് കൊടുക്കുക, വില്ല് കൊടുക്കാൻ പാടില്ല, വില്ല് ഫ്യൂച്ചറിസ്റ്റിക് അല്ലേ, നമുക്ക് അവിടെ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, വുഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ അല്ലേ. Nothing more to say, would hold good only until Parliament made a law as envisaged in the Constitution എന്നുള്ളത് നമുക്ക് വരും. ഓക്കെ ആണല്ലോ, സെറ്റ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചു. India may takes heart from the results in the tests and ODs, while in the T20Is more work needs to be done. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്, സിമ്പിൾ ആൻസർ ക്വസ്റ്റ്യൻ ആണ്, വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നിട്ട് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാം. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ Adda247 കേരള സെൻട്രൽ എക്സാംസ് ആണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ജോയിൻ ചെയ്യാം ഇനി ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ. അപ്പോൾ കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട മറ്റുള്ളവർക്ക്. അതുപോലെ തന്നെ കോമന്റ് സെക്ഷനിൽ ഡൗട്ട്സ് സജഷൻസും പങ്കുവെക്കാം. ആൻസർ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഉഴപ്പുന്നുണ്ട് കുറച്ച് പേര്, അതുകൊണ്ട് കോമന്റ് സെക്ഷനിൽ ആൻസർ ഇടാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ പരിഗണിക്കാം. അപ്പോൾ വൺസ് അഗൈൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഉഷാറായിട്ടിരിക്കുക. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഡിഗ്രി മെയിൻസിന്റെ നമ്മുടെ 30 days ചാലഞ്ചിൽ ഇംഗ്ലീഷ് ക്വസ്റ്റൻസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് 6 മണിക്കാണ്. അൺടിൽ ദെൻ ടേക്ക് എ ബ്രേക്ക്. സീ യു, ബൈ.